ഹൈ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കൂടി ഒരുമിച്ചിരിക്കുകയാണ്. നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിലെ 6 ചാപ്റ്ററുകൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളിൽ തുടങ്ങി കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും വരെ, ഫ്രം ദി എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ടു ദി വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്. ഇനി ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് ഈ 10ാം ക്ലാസ് ഫിസിക്സിൽ അവശേഷിക്കുന്നുണ്ട്, റിമൈനിങ് 1 ചാപ്റ്റർ. ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന ചില സിമ്പിൾ കൺസെപ്റ്റുകൾ, ചില ലളിതമായ കാഴ്ചപ്പാടുകൾ അടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ. അതുകൊണ്ട് തന്നെ വിപുലമായ ചർച്ചകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും 7ാമത്തെ ചാപ്റ്ററിന് ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മൾ ആ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമ്മളിവിടെ ഇന്ന് 7ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേരൊന്ന് പരിചയപ്പെട്ടാലോ? എല്ലാവരും റെഡിയല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ. ഊർജ പരിപാലനം. എന്താണ് 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? ഊർജ പരിപാലനം. എനർജി മാനേജ്മെൻറ്റ്. സിമ്പിൾ ചാപ്റ്ററാണ്. ജനറൽ കാഴ്ചപ്പാടുകളാണ്, പൊതുവായ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസിയായി മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ആയിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാഴ്ചപ്പാടുകളൊന്നും തന്നെ ഈ ചാപ്റ്ററിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വിശദമായ ചർച്ചകൾക്കൊന്നും ഈ ചാപ്റ്ററിൽ ഒരു സ്കോപ്പില്ല. അതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒരു നോട്ട് രൂപത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം അതിൻ്റെ വിശദീകരണങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലോട്ട് പ്രവേശിച്ചാലോ? എനർജി മാനേജ്മെൻറ്റ്, ഊർജ്ജ പരിപാലനം എന്നുള്ള 7ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിച്ചാലോ? എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ എല്ലാവർക്കും 7ാമത്തെ ചാപ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അതിലോട്ട് പോവാണ്. വളരെ റെഡി? യെസ്. 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ മുൻകൂട്ടി പറയാം, ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൽ എനർജി മാനേജ്മെൻറ്റ്, ഊർജ്ജ പരിപാലനം എന്നുള്ള 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും ഞാൻ ബോർഡിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ആ ചാപ്റ്ററിലോട്ട് പ്രവേശിക്കാം. ഒന്ന്, ഫ്യുവൽ, അതായത് ഇന്ധനം. കമ്പഷൻ, ജ്വലനം. ഫോസിൽ ഫ്യുവൽ, ഫോസിൽ ഇന്ധനങ്ങൾ. CNG, LNG, LPG വളരെ പ്രധാനപ്പെട്ടതാണ്. CNG, LNG, LPG. അതുപോലെ ബയോമാസ്, ബയോഗ്യാസ്. സോളാർ സെല്ല്, സോളാർ പാനൽ, സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, ജിയോ തെർമൽ എനർജി, വിൻഡ് എനർജി അതായത് കാറ്റിൽ നിന്നുള്ള ഊർജം, സോളാർ തെർമൽ പവർ സ്റ്റേഷൻ, സൗരോർജ പവർ സ്റ്റേഷനുകൾ, ടൈഡൽ എനർജി, വേലിയേറ്റം വേലിയിറക്കം ഇവയിൽ നിന്നുള്ള ഊർജം, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, അതൊക്കെ അങ്ങനെ തന്നെയാണ് മലയാളത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് 7ാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് സ്ക്രീനിൽ നോട്ട് രൂപത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ വിശദീകരണങ്ങളും അതോടൊപ്പം ഉണ്ടാകും. നല്ലവണ്ണം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ചാപ്റ്ററിലോട്ട് പോയാലോ? മക്കളെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ 7ാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് എല്ലാവരും ഒരു തവണ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഊർജ പരിപാലനം, എനർജി മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തുടക്കമേ സൂചിപ്പിച്ചിരുന്നു. ആ കാര്യങ്ങൾ അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം മലയാളം ടേമുകളാണ് പറയുക. മലയാളം ടേമിൽ പറയുന്ന സമയത്ത് മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് ടേമുകൾ പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും നല്ലവണ്ണം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഇന്ധനങ്ങൾ. അപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ് ഇന്ധനങ്ങൾ? നമ്മളൊക്കെ ജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഇന്ധനം, അല്ലേ? പാചകം ചെയ്യാൻ വേണ്ടിയിട്ട്, വാഹനങ്ങളിൽ, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്? ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ്. അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ? സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കത്തുമ്പോൾ ധാരാളം താപം പുറത്തുവിടുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ധനങ്ങൾ. കത്തിക്കഴിഞ്ഞാൽ ധാരാളം താപം പുറത്തുവിടും. അത്തരം വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ധനങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ധനങ്ങൾ നമുക്ക് അവയുടെ ഭൗതികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, അവയുടെ അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായി തിരിക്കാം. നമുക്കറിയാം,
അവസ്ഥ പ്രധാനമായിട്ടും 3 1 ഖരം, 2 ദ്രാവകം, 3 വാതകം. അപ്പോൾ ഈ 3 വിധത്തിലുള്ള ഇന്ധനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക: വിറക്, കൽക്കരി, ചാണകവരളി, കോക്ക്. ഇതൊക്കെയാണ് ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങൾ. അതുപോലെ ദ്രാവകാവസ്ഥയിലും ഇന്ധനങ്ങൾ കാണാൻ സാധിക്കും. മണ്ണെണ്ണ, പെട്രോള്, ഡീസല്, ഫ്യൂവൽ ഓയിൽ, ഇതൊക്കെ ദ്രാവകാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ്. അതുപോലെ വാതകാവസ്ഥയിലും നിങ്ങൾക്ക് ഇന്ധനങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന LPG ഗ്യാസ്, അതുപോലെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന CNG ഗ്യാസ്, ബയോഗ്യാസ്, കോൾ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്, ഇതൊക്കെ ഏതവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ്? വാതകാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കത്തുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുക? താപം പുറത്തുവിടുക. ഈ കത്തുന്ന ആ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, കത്തുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജ്വലനം. അപ്പോൾ ഇന്ധനങ്ങൾ എന്ത് ചെയ്യണം? ജ്വലിക്കണം. എന്താണ് ജ്വലനം? വായുവുമായി കൂടിച്ചേർന്ന് താപം പുറത്തുവിടുന്ന പ്രക്രിയയാണ് ജ്വലനം. വായുവുമായി കൂടിച്ചേർന്ന് താപം പുറത്തുവിടുന്ന പ്രക്രിയ, അതാണ് ജ്വലനം. ഒന്നുമില്ല, സിമ്പിളായി പറഞ്ഞാൽ കത്തുക. ഈ ജ്വലനം 2 വിധത്തിലുണ്ട്. ഒന്ന് പൂർണ്ണ ജ്വലനം, മറ്റൊന്ന് ഭാഗിക ജ്വലനം. അപ്പം എന്താണ് ജ്വലനം എന്ന് പറഞ്ഞാൽ? ഓക്സിജന്റെ സഹായത്തോടുകൂടി കത്തുന്നു. ഓക്സിജന്റെ സഹായത്തോടുകൂടി ഇന്ധനങ്ങൾ കത്തുന്ന പ്രക്രിയയാണെന്ത്? ജ്വലനം. ജ്വലനം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്താ? താപം ഉണ്ടാകും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വാതകം ഉണ്ടാവും. അതുപോലെ ജലാംശം ഉണ്ടാവും. അതുപോലെ കരി ഉണ്ടാവും. നമുക്കറിയാം, കത്തിക്കഴിഞ്ഞാൽ അവസാനം നമുക്ക് ലഭിക്കുന്നതാണിത് കരി. അപ്പം ജ്വലനം 2 വിധത്തിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. 2 വിധത്തിലുള്ള ജ്വലനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പൂർണ്ണ ജ്വലനം, മറ്റൊന്ന് ഭാഗിക ജ്വലനം. ഏതൊക്കെയാ? ഒന്ന് പൂർണ്ണ ജ്വലനം, മറ്റൊന്ന് ഭാഗിക ജ്വലനം. ഈ ഭാഗിക ജ്വലനം നടന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് കാണാതറിയണം. അപ്പോൾ ജ്വലനം എത്ര വിധമുണ്ട്? 2 വിധം. ഒന്ന് പൂർണ്ണ ജ്വലനം, മറ്റൊന്ന് ഭാഗിക ജ്വലനം. പൂർണ്ണ ജ്വലനം നടക്കണമെങ്കിൽ ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണെങ്കിൽ അത് ഉണങ്ങിയതായിരിക്കണം. ഇപ്പോൾ വിറക് പോലെയുള്ള ഇന്ധനങ്ങളാണെങ്കിൽ അതെന്തായിരിക്കണം? ഉണങ്ങിയതായിരിക്കണം. അപ്പോൾ ഇന്ധനങ്ങൾ ഖര ഇന്ധനങ്ങളാണെങ്കിൽ എന്തായിരിക്കണം? ഉണങ്ങിയിരിക്കണം. അതുപോലെ ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ ഏത് സംഭവിക്കുകയുള്ളൂ? പൂർണ്ണ ജ്വലനം നടക്കുകയുള്ളൂ. അതുപോലെ ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കണം. നമുക്കറിയാം, നമ്മളുടെ വീടുകളിലൊക്കെ ഉമ്മമാരും അമ്മമാരും ഒക്കെ അടുപ്പിലേക്കൊക്കെ ഒന്ന് ഊതുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കണം. അതുപോലെ താപോർജ്ജം കൂടുതൽ കിട്ടും. പൂർണ്ണ ജ്വലനം നടന്നു കഴിഞ്ഞാൽ താപോർജ്ജം കൂടുതൽ ലഭിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പൂർണ്ണ ജ്വലനവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ? ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണെങ്കിൽ ഉണങ്ങിയതായിരിക്കണം. ജ്വലിക്കാൻ ആവശ്യമായ താപനിലയിൽ എത്തിച്ചേരണം. ആവശ്യമായ ഓക്സിജൻ ലഭ്യമാക്കണം. താപോർജ്ജം കൂടുതൽ ലഭിക്കുന്നു. ഇനി ഭാഗിക ജ്വലനമാണ് അടുത്തത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഗിക ജ്വലനം. ഭാഗിക ജ്വലനം എപ്പോഴാണ് സംഭവിക്കുക? ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്ത സന്ദർഭത്തിലാണ് ഭാഗിക ജ്വലനം സംഭവിക്കുക. ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് ഭാഗിക ജ്വലനം സംഭവിക്കുക. ഇനി ഖര ഇന്ധനങ്ങൾ നനവുള്ളതായാൽ, വിറക് പോലെയുള്ള ഇന്ധനങ്ങളൊക്കെ നനഞ്ഞതായാൽ പൂർണ്ണമായിട്ടും ജ്വലിക്കൂല. അത് ഭാഗികമായിട്ടേ ജ്വലിക്കുള്ളൂ. ഓക്കെ. ഇനി എന്താണ് ഇവയുടെ പ്രശ്നം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവയുടെ പോരായ്മകൾ? പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഭാഗിക ജ്വലനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ, പരിമിതികൾ എന്തൊക്കെയാണെന്ന് പരീക്ഷ ചോദിക്കാറുണ്ട്. ഒന്ന്, കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാർബൺ മോണോക്സൈഡ് ഒരു വിഷവാതകമാണ്. പൂർണ്ണ ജ്വലനം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് മനസ്സിലോർത്ത് വെക്കുക. പൂർണ്ണ ജ്വലനം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഓക്കെ. എന്നാൽ ഭാഗിക ജ്വലനം നടന്നാൽ ഉണ്ടാകുന്നത് ഏതാണ്? കാർബൺ മോണോക്സൈഡാണ്. മാത്രമല്ല താപോർജ്ജം കുറവായിരിക്കും, പുക കൂടും, അതുപോലെ നമുക്ക് കുറേ ഇന്ധനം നഷ്ടപ്പെടും, സമയം നഷ്ടപ്പെടും, ധനനഷ്ടം ഉണ്ടാവും. മാത്രമല്ല കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത് കൊണ്ട് അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാവും. അപ്പം എന്തൊക്കെയാണ് ഭാഗിക ജ്വലനം നടന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു, താപോർജ്ജം കുറവായിരിക്കും, പുക കൂടുന്നു, ഇന്ധനനഷ്ടം, സമയനഷ്ടം, അന്തരീക്ഷ മലിനീകരണം. ഇതൊക്കെയാണ് ഭാഗിക ജ്വലനത്തിന്റെ പോരായ്മകൾ. അപ്പം നമുക്ക് ആവശ്യം ഭാഗിക ജ്വലനാണോ പൂർണ്ണ ജ്വലനാണോ?
പൂർണ്ണ ജ്വലനമാണ്, യാതൊരു സംശയവുമില്ല. പൂർണ്ണ ജ്വലനം നടന്നു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുക. ധനനഷ്ടം ഉണ്ടാവില്ല, ഇന്ധനനഷ്ടം ഉണ്ടാവില്ല, സമയനഷ്ടം ഉണ്ടാവില്ല. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്ധനങ്ങൾ എന്താണ് എന്നുള്ളതും ജ്വലനം ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഫ്യൂവൽ എന്നുള്ളതാണ്. ഫ്യൂവൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ള കാര്യം, ദ ഫസ്റ്റ് തിങ് ഈസ് വാട്ട് ഈസ് ഫ്യൂവൽ. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ്. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ആണ്. റിലീസ് പ്ലെന്റി ഓഫ് ഹീറ്റ് എനർജി ഓൺ ബേണിംഗ്. സോ വാട്ട് ആർ ഫ്യൂവൽസ്? Fuels are substances release plenty of heat energy on burning. Simple. Okay. Then on the basis of physical state, നമുക്കറിയാം 3 പ്രധാനപ്പെട്ട ഫിസിക്കൽ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. So based on physical state, fuels are classified into 3. First one solid, second one liquid, third one gas. Then those examples for solids: coal, coke, wood, cow dung cake, charcoal. These are the examples for solid. Then what are the examples for liquid? Petrol, kerosene, diesel, fuel oil, ethanol. These are the examples for liquid. Then which are the gaseous fuels? Natural gas, LPG, coal gas, hydrogen, producer gas. These are the examples for gaseous fuels. Okay. നമുക്കറിയാം സബ്സ്റ്റൻസസ് ബേൺ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുക? ഹീറ്റ് ഫോം ചെയ്യുക. ഓക്കെ, അതാണല്ലോ ഫ്യൂവൽസ്. അപ്പോൾ അതായത് ഫ്യൂവൽസ് കമ്പഷൻ നടക്കുമ്പോഴാണ് ഹീറ്റ് ഫോം ചെയ്യുക. ഫ്യൂവൽസ് കമ്പഷൻ എന്നുള്ള പ്രോസസ്സിന് വിധേയമാകുമ്പോഴാണ് നമുക്ക് ഹീറ്റ് ഫോം ചെയ്യുക. അപ്പോൾ കമ്പഷൻ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. 2 ടൈപ്പ് കമ്പഷൻ ഉണ്ട്. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് കമ്പഷൻ. ഫസ്റ്റ് കമ്പഷൻ, കംപ്ലീറ്റ് കമ്പഷൻ, ആൻഡ് സെക്കൻഡ് വൺ partial combustion. So which are the 2 types of combustion? Complete combustion and partial combustion. എന്തൊക്കെയാണ് കംപ്ലീറ്റ് കമ്പഷനുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ? റിയാക്ഷൻ ഓഫ് ഫ്യൂവൽ വിത്ത് ഇന്റൻസീവ്ലി ഓക്സിജൻ. Reaction of fuels with intensive oxygen. That means excess of oxygen, plenty of oxygen. The reaction of fuels with plenty of oxygen. അപ്പോൾ plenty of oxygen പ്രസൻസിൽ നടക്കുന്ന കമ്പഷനാണ് കംപ്ലീറ്റ് കമ്പഷൻ. അപ്പോൾ എന്തായിരിക്കും പാർഷ്യൽ കമ്പഷൻ? ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ. റിയാക്ഷൻ ഓഫ് ഫ്യൂവൽസ് ഇൻ ഡെഫിഷ്യൻസി ഓഫ് ഓക്സിജൻ. ദാറ്റ് മീൻസ് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഓക്കെ. Then it produce, that means complete combustion produce carbon dioxide, heat, steam, light. Okay, carbon dioxide. But in partial combustion, it produce carbon monoxide, soot, smoke. Okay, carbon monoxide is a poisonous gas. Carbon monoxide is a poisonous gas, so it causes air pollution. Here is no ambient air pollution because carbon dioxide is produced. So in complete combustion, carbon dioxide is produced. In partial combustion, carbon monoxide is produced. Okay. Then what are the limitations of partial combustion? Loss of fuel, atmospheric pollution, produce poisonous gas, form soot and smoke, wastage of time and money. These are the limitations or drawbacks of partial combustion. So which are the drawbacks of partial combustion? Loss of fuel, atmospheric pollution, produce poisonous gas, form soot and smoke, wastage of time and money. Okay, അപ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങളിലോട്ട് പോയാലോ? All of you ready? Yes. ഇന്ധനങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് പോലെ പ്രകൃതി ദുരന്തങ്ങൾ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ മണ്ണിനടിയിൽ പെട്ടുപോയ, അതായത് മണ്ണിനടിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴിച്ചാൽ കാണുന്ന ആഴമല്ല കേട്ടോ, ഒരുപാട് താഴെ മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. ഈ അവശിഷ്ടങ്ങൾ നമുക്കറിയാം ഭൂമിക്കടിയിൽ നല്ല മർദ്ദം ഉണ്ടാവും, അതുപോലെ നല്ല താപവും ഉണ്ടാവും. അപ്പോൾ ഈ ഉന്നതമായ മർദ്ദത്തിൻ്റെയും താപത്തിൻ്റെയും സാന്നിധ്യത്തിൽ, അതുപോലെ നമുക്കറിയാം മണ്ണിനടിയിൽ വായു ഉണ്ടാവില്ല, അപ്പോൾ വായുവിൻ്റെ അസാന്നിധ്യത്തിലും ഇവ ജീർണിച്ച് ഇവർക്ക് മാറ്റം വന്നിട്ടുണ്ടായ ഇന്ധനങ്ങളാണ് ഇത് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പോൾ എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? മണ്ണിനടിയിൽ അകപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഇത് ഫോസിൽ ഇന്ധനങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണത് നമുക്ക് മനസ്സിലാകും. പെട്രോൾ, ഡീസൽ ഇവയൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങൾ. അതൊക്കെ മണ്ണിൽ നിന്നും ഖനനം ചെയ്തെടുക്കുകയാണ് ചെയ്യുക.
അല്ലേ, മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾ നമുക്ക് മൂന്നായി തിരിക്കാം. ഒന്ന് കൽക്കരി, മറ്റൊന്ന് പെട്രോളിയം, മറ്റൊന്ന് പ്രകൃതിവാതകം. അപ്പോൾ ഏതൊക്കെയാണ് 3 വിഭാഗം ഫോസിൽ ഇന്ധനങ്ങൾ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഓക്കെ, കൽക്കരിയെ അംശിക സേചനം നടത്തിയാൽ നമുക്ക് 4 ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുക. പരീക്ഷ ചോദിക്കുന്നതാണ് കേട്ടോ. കൽക്കരിയെ അംശിക സേചനം നടത്തിയാൽ എന്ന് പറഞ്ഞാൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് 4 ഉൽപ്പന്നങ്ങളാണ് ലഭിക്കുക. ഒന്ന് അമോണിയ, മറ്റൊന്ന് കോൾ ഗ്യാസ്, മറ്റൊന്ന് കോൾ ടാർ, മറ്റൊന്ന് കോക്ക്. ഓക്കെ, ദെൻ കൽക്കരിയെ കാർബണിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. കൽക്കരിയെ കാർബണിന്റെ അളവടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് പീറ്റ്, മറ്റൊന്ന് ലിഗ്നൈറ്റ്, മറ്റൊന്ന് ബിറ്റുമിനസ് കോൾ, മറ്റൊന്ന് ആന്ത്രസൈറ്റ്. അപ്പോൾ കൽക്കരിയെ അംശിക സേചനം നടത്തിയാൽ 4 ഉൽപ്പന്നങ്ങൾ ലഭിക്കും. അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, അതുപോലെ കോക്ക്. കൽക്കരി കാർബണിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട് കൽക്കരിയെ. ഏതൊക്കെയാ? പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ്. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഒരു വിഭാഗമാണേത്? കൽക്കരി. മറ്റൊരു വിഭാഗമാണേത്? പെട്രോളിയം. അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങളുടെ മറ്റൊരു വിഭാഗമാണേത്? പെട്രോളിയം. ഈ പെട്രോളിയം എന്ന് പറയുന്ന ഫോസിൽ ഇന്ധനം ഉണ്ടല്ലോ, അതിന് ക്രൂഡ് ഓയിൽ എന്നാണ് വിളിക്കുക. ഈ ക്രൂഡ് ഓയിലിനെ അംശിക സേചനം നടത്തിയാൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, LPG. ഇതൊക്കെ പെട്രോളിയത്തെ അംശിക സേചനം നടത്തിയാൽ ലഭിക്കുന്നതാണ്. ഏതൊക്കെയാണ് പെട്രോളിയത്തെ അംശിക സേചനം നടത്തിയാൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ? പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ, LPG. പ്രകൃതിവാതകങ്ങൾക്ക് ഉദാഹരണമാണ്. 3 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഫോസിൽ ഇന്ധനങ്ങൾ. പ്രകൃതിവാതകത്തിന് ഉദാഹരണങ്ങളാണ് CNGയും LNGയും. ഈ LPG, CNG, LNG ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കാണ്. അത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്നതാണ്. ഇനി നോക്കൂ. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കൽക്കരി കാർബണിന്റെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് CNG? ഈ CNG, LNG, LPG അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. CNG, LNG, LPG. എന്താണ് CNG? ഫുൾ ഫോം പഠിക്കുക. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കാണ്. എന്താണ് CNGയുടെ ഫുൾ ഫോം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മീഥൈനാണ്. അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം CNGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥൈൻ. എന്താണ് പ്രത്യേകത? വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഓർത്തിരിക്കുക. മറ്റൊന്ന് LNG. ഫുൾ ഫോം പഠിച്ചോ? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. ഇവിടെ മീഥൈനാണ്, അതായത് CNGയിൽ മീഥൈനാണ്, LNGയിലും മീഥൈനാണ്. എവിടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സൗകര്യപ്രദമായി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ആവശ്യാനുസരണം വാതകമാക്കി എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഏത്? LNG. അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥൈൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്തത് LPG ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. LPG വളരെ പ്രധാനപ്പെട്ടതാണ്. LPG ഫുൾ ഫോം കാണാതെ പഠിച്ചോ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, LPG. ഇതാണ് നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ബ്യൂട്ടൈനും പ്രൊപ്പൈനും. അപ്പോൾ LPGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ബ്യൂട്ടൈനും പ്രൊപ്പൈനും. നിറമോ മണമോ ഇല്ല. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. വാതക ചോർച്ച തിരിച്ചറിയാൻ ഈഥയിൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPGക്ക് സാധാരണ സ്മെല്ലില്ല. പക്ഷെ ലീക്ക് ഉണ്ടായാൽ നമ്മൾ അറിയും ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട്. മനസ്സിലാവണില്ലേ? അപ്പൊ ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവണത്? അതിലേത് വാതകം ചേർത്തിട്ടുണ്ട്? ഈഥയിൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സംയുക്തം അതിൽ ചേർത്തിട്ടുണ്ട്. പരീക്ഷ ചോദിക്കുന്നതാണ് LPGയുടെ ചോർച്ച അറിയാൻ ഈഥയിൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നത് എന്തുകൊണ്ടാണ് ഈഥയിൽ മെർക്യാപ്റ്റൻ ചേർക്കുന്നത്? ചോർച്ച അറിയാൻ വേണ്ടി. അതുവഴി നമുക്ക് എന്ത് ഒഴിവാക്കാൻ സാധിക്കും? അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, വാതക ചോർച്ച തിരിച്ചറിയാൻ ചേർക്കുന്ന സംയുക്തം ഏതാണ്? ഈഥയിൽ മെർക്യാപ്റ്റൻ. ഓക്കെ, ഈഥയിൽ മെർക്യാപ്റ്റൻ. ഇനി നോക്കൂ നിങ്ങൾ. സിലിണ്ടറുകളിൽ കാലാവധി രേഖപ്പെടുത്തും. A കണ്ടാൽ നമുക്കറിയാം ജനുവരി മുതൽ മാർച്ച് വരെയാണ് കാലാവധി. B ഏപ്രിൽ ജൂൺ, C ജൂലൈ സെപ്റ്റംബർ, D ഒക്ടോബർ ഡിസംബർ. ഉദാഹരണം A24 എന്നാണ് കാണുന്നത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം മാർച്ച് 2024 വരെ. അതാണ് അതിൻ്റെ കാലാവധി. ഓക്കെ, ഇനി വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങ് കൂടുതലാണ് ആർക്ക്? LPGക്ക്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, വളരെ പ്രധാനപ്പെട്ടതാണ്. LPG ചോർച്ചയുണ്ടായാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്?
LPG ചോർച്ചയുണ്ടായാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പരീക്ഷ ചോദിക്കുന്നതാണ് കേട്ടോ. LPG ചോർച്ചയുണ്ടായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? വൈദ്യുത സ്വിച്ച് ഓൺ ആക്കുകയോ ഓഫ് ആക്കുകയോ ചെയ്യരുത്. സ്പാർക്ക് മൂലം തീപിടുത്തം ഉണ്ടാകും. അതുപോലെ ലിഫ്റ്റ് ഉപയോഗിക്കരുത്. വലിയ വലിയ മാളുകളിലൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് ഒന്നും ഉപയോഗിക്കരുത്. വാതിലുകളും ജനലുകളും എന്ത് ചെയ്യണം? തുറന്നിടണം. 101 നമ്പറിൽ വിളിച്ച് സഹായം ആവശ്യപ്പെടണം. ഓക്കെ, ദെൻ ഇനി ശ്രദ്ധിച്ചോ അടുത്തത്. LPG മൂലമുള്ള ചോർച്ച അതുവഴി അപകടം ഒഴിവാക്കാൻ LPGയുടെ അതായത് ഗ്യാസ് കുറ്റി എന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് സിലിണ്ടറിന്റെ റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകൾ എന്ത് ചെയ്യണം? മാറ്റണം. റെഗുലേറ്റർ ഓൺ ചെയ്തതിനു ശേഷം മാത്രം സ്റ്റൗവിന്റെ നോബ് തിരിക്കുക. ആവശ്യം കഴിയുമ്പോൾ റെഗുലേറ്റർ ഓഫ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ LPG അപകടം ഒഴിവാക്കാൻ അപകടം ഒഴിവാക്കാൻ ഇതൊക്കെ നമ്മൾ വീടുകളിൽ പാലിക്കേണ്ടതാണ് കേട്ടോ. റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകൾ മാറ്റുകണം. റെഗുലേറ്റർ ഓൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റൗവിന്റെ നോബ് തിരിക്കുക. നമ്മളൊക്കെ പലപ്പോഴും ഇത് അശ്രദ്ധ കാണിക്കുന്നതാണ്. അതുപോലെ ആവശ്യം കഴിയുമ്പോൾ റെഗുലേറ്റർ എന്ത് ചെയ്യണം? ഓഫ് ചെയ്യണം. അപ്പോൾ LPG, LNG, CNG കൃത്യമായിട്ട് കാണാണ്ട് പഠിക്കുക കേട്ടോ. ദെൻ ബയോമാസ്. ബയോമാസിൽ നിന്നാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുക? ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക. ബയോമാസിൽ നിന്നാണ് നമ്മൾ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുക. എന്താണ് ബയോമാസ് എന്ന് പറഞ്ഞാൽ? ജൈവാവശിഷ്ടങ്ങൾ, ഭാഗിക ജ്വലനം നടന്ന വിറക്, ചാണകവരളി, ഇവയൊക്കെ എന്ത് ചെയ്യാണ് ഇവയൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോമാസ് എന്ന് വിളിക്കുന്നത്. ജൈവാവശിഷ്ടങ്ങൾ അതായത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ. അതുപോലെ ഭാഗിക ജ്വലനം നടന്ന വിറക്, ചാണകവരളി, ഇതൊക്കെയാണ് എന്ത്? ബയോമാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബയോമാസ് ദുർഗന്ധം ഉണ്ടാക്കും. ആ ദുർഗന്ധം ഉണ്ടാവാൻ കാരണമായ വാതകം ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് ഓർത്തു വെക്കട്ടോ. ബയോമാസിന് ദുർഗന്ധം ഉണ്ടാകാൻ കാരണമാകുന്ന വാതകം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ബയോഗ്യാസ് എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുക? ഈ ബയോമാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ബയോമാസുകളെ അതായത് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അവശിഷ്ടങ്ങളെ നമ്മൾ കൃത്യമായി സംസ്കരിച്ചുകൊണ്ടാണ് ബയോഗ്യാസ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നു. ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനം മുഖേന ഗ്യാസ് ഉണ്ടാകുന്നു. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ ഒരു വായുവൊന്നും കടക്കാത്ത രീതിയിൽ സിമെന്റ് കൊണ്ടൊക്കെ വാർത്തൊരു കുഴിയൊക്കെ ഉണ്ടാക്കി അതിന് മുകളിലാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് ഒക്കെ സ്ഥാപിച്ച് നമ്മൾ ആ ഒരു കുഴിയിലാണ് നമ്മൾ എന്ത് കൊണ്ടിടുക? ജൈവാവശിഷ്ടങ്ങൾ കൊണ്ടിടുക. ആ ജൈവാവശിഷ്ടങ്ങൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്യുന്നു? ബാക്ടീരിയകളുടെ പ്രവർത്തനം മുഖേന ബയോഗ്യാസ് നമുക്ക് ലഭിക്കും. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ? ഗുണങ്ങൾ എന്തൊക്കെയാണ്? അന്തരീക്ഷ മലിനീകരണം കുറവാണ്. കാരണം നമ്മൾ പുറത്തൊക്കെ വലിച്ചെറിയുന്ന ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങളൊക്കെ നമ്മൾ എവിടെ കൊണ്ടുവച്ചു? ബയോഗ്യാസ് പ്ലാന്റിൽ കൊണ്ടുവച്ചു. അപ്പോൾ മലിനീകരണം കുറക്കും. അതുപോലെ സ്ലറി, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഉപ ഉൽപ്പന്നമാണ്. ഗ്യാസ് ഉണ്ടായതിനു ശേഷം കിട്ടുന്ന ഒരു ഉപ ഉൽപ്പന്നമാണ് സ്ലറി. ഈ സ്ലറി നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? വളമായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷ. കാരണം നമ്മൾ വേസ്റ്റ് ഒന്നും വലിച്ചെറിയുന്നില്ല, പ്രകൃതിയിലേക്ക് വെറുതെ വലിച്ചെറിയുന്നില്ല, അത് കൃത്യമായിട്ട് സംസ്കരിക്കപ്പെടുന്നു. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത് മൂലം നമുക്ക് മലിനീകരണം, രോഗം ഇവയൊക്കെ കുറക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിച്ചു. One of the important type of fuel is fossil fuel. One of the important type of fuel is fossil fuel. So how fossil fuels are formed? Fossil fuels are formed by the transformation of plants and animals that went under the earth's crust millions of years ago. Okay, so how fossil fuels are formed? Fossil fuels are formed by the transformation of plants and animals that went under the earth's crust millions of years ago. Okay, this transformation took place in the absence of air under high pressure and high temperature. ഓക്കെ, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ ഈ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ വേസ്റ്റുകൾ ട്രാൻസ്ഫോം ചെയ്തുണ്ടാകുന്നതാണ് ഇത് ഫോസിൽ ഫ്യൂവൽ. നമുക്കറിയാം ഭൂമിക്കടിയിൽ എന്തുണ്ടാവില്ല? എയർ ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ദീസ് ട്രാൻസ്ഫോർമേഷൻ ടുക്സ് പ്ലേസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. മാത്രമല്ല ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആയിരിക്കും ഭൂമിക്കടിയിൽ ഉണ്ടാവുക. നമുക്കറിയാം, ബയോളജി അല്ല ജിയോഗ്രഫിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. ഓർത്തു വെക്കുക. ദെൻ ഫോസിൽ ഫ്യൂവൽ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഫോസിൽ ഫ്യൂവൽസിനെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഫോസിൽ ഫ്യൂവൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഫസ്റ്റ് വൺ കോൾ, സെക്കൻഡ് വൺ പെട്രോളിയം, തേർഡ് വൺ നാച്ചുറൽ ഗ്യാസ്. കോളിന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ് കോക്ക്, കോൾ ടാർ, ചാർക്കോള്, ലിഗ്നൈറ്റ്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ കോൾ. പെട്രോളിയത്തിന് എക്സാമ്പിൾസ് ആണ് പെട്രോൾ, കെറോസിൻ, ഡീസൽ, ക്രൂഡ് ഓയിൽ. നാച്ചുറൽ ഗ്യാസിന് എക്സാമ്പിൾസ് ആണ് LNG, CNG, പ്രൊഡ്യൂസർ ഗ്യാസ്, വാട്ടർ ഗ്യാസ്, ബയോഗ്യാസ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ നാച്ചുറൽ ഗ്യാസ്. ഇനി കോളിനെ പറ്റിയാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത്. മെയിൻ കമ്പോണന്റ് ഓഫ് കോൾ ഈസ് കാർബൺ.
Okay, main component is carbon. When it distilled in the absence of air, it forms ammonia, coal gas, coal tar, and coke. So when distilled coal, we will obtain four products. And which are the four products? First one, ammonia, coal gas, coal tar, coke. Okay. Coal are classified into three on the basis of carbon content. Coal is classified into four. On the basis of carbon content. Based on carbon content, it is classified into four. First one, peat. Second one, lignite. Third one, anthracite. Fourth one, bituminous coal. So which are the four types of coal on the basis of carbon content? Peat, lignite, anthracite, bituminous coal. ഓക്കെ, ദെൻ നമുക്ക് ഈ CNG, LNG അതുപോലെ LPG ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കാണ്. ഓക്കെ, CNG, LNG, LPG ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമാണ് കേട്ടോ. എന്താണ് CNGയുടെ ഫുൾ ഫോം? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. എന്താണ് LNGയുടെ ഫുൾ ഫോം? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. Then CNG and LNG consist methane. Main component is methane. വളരെ പ്രധാനപ്പെട്ടതാണ്. Main component is methane in CNG and LNG. Okay. Used in vehicles and thermal power plants. Can be easily transported to other place. Then have characteristic smell. They have smell. CNG and LNG have smell. Okay. Then what is LPG? What is the full form of LPG? Liquefied petroleum gas. Main component is butane and propane. ഇവിടെ ബ്യൂട്ടൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പ്രൊപ്പെയിൻ ഉണ്ട്. മെയിൻ കമ്പോണന്റ് ഈസ് ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പെയിൻ. ഓക്കെ, ദ യൂസ് ഇൻ ഡൊമസ്റ്റിക് കുക്കിംഗ് ഫ്യൂവൽ. ദീസ് ആർ ഡൊമസ്റ്റിക് ഫ്യൂവൽ. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് LPG. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഇത് നമ്മളുടെ ലഭിക്കുന്നത്? ഒബ്റ്റൈൻഡ് ബൈ ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിൽ നിന്നാണ് LPG ലഭിക്കുന്നത്. ഓക്കെ, CNGക്കും LNGക്കും എന്തുണ്ട്? സ്മെല്ലുണ്ട്. എന്നാൽ LPGക്ക് എന്തില്ല? നോ ഓർഡർ, സ്മെല്ലില്ല. നോ ക്യാരക്ടറിസ്റ്റിക് സ്മെൽ. അപ്പോൾ വീടുകളിൽ LPG ഉപയോഗിക്കുമ്പോൾ അത് ലീക്കായാൽ നമ്മൾ അറിയണം. കാരണം LPG എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഗ്യാസ് ആണ്, പെട്ടെന്ന് എക്സ്പ്ലോഡ് ചെയ്യും, സ്ഫോടനം സംഭവിക്കും. അപ്പം അതിന് സ്മെല്ലില്ല. അപ്പം സ്മെല്ല് എന്ത് ചെയ്യണം? ലീക്കായാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലെന്ത് ചേർക്കും? ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സംഭവം ചേർക്കും. സോ വിച്ച് കോമ്പൗണ്ട് ഈസ് യൂസ്ഡ് ഫോർ smelling to get smell for LPG? ഏതാ? ethyl mercaptan. So what is the purpose of ethyl mercaptan? Ethyl mercaptan is added to LPG to produce an odor. Odor means smell. Okay, ഇനി ശ്രദ്ധിച്ചോ, എക്സ്പീരി ഡേറ്റ് LPGയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചേർക്കാറുണ്ട്. LPGയിൽ നമ്മൾ എന്ത് ചേർക്കാറുണ്ട്? അതിന്റെ എക്സ്പീരി ഡേറ്റ് ചേർക്കാറുണ്ട്. A represents January to March. B represents April to June. C represents July to September. D represents October to December. അപ്പോൾ 4 ലെറ്റർ വെച്ചാൽ സൂചിപ്പിക്കുക. A, B, C, D. ആ കാലാവധികൾ തിരിച്ചറിയാം. നമ്പേഴ്സ് 22 അല്ലെങ്കിൽ 24, 25 ഇങ്ങനെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അത് ഇയേഴ്സിനാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് എ സിലിണ്ടർ ഈസ് മാർക്ക്ഡ് ആസ് A24, it means the period up to March 2024. Periods up to നമുക്കറിയാം എന്താ? ജനുവരി ടു മാർച്ച് ആണ് ഏതെല്ലാം സൂചിപ്പിക്കുക? അപ്പോൾ മാർച്ച് വരെ ഉണ്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ്. വർഷം 24 ആണ്. 24 മീൻസ് 2024. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് നമ്മൾ LPG ലീക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇഫ് ദർ ഈസ് എനി ലീക്കേജ് ഇൻ ഗ്യാസ് സിലിണ്ടർ, ഡു ദി ഫോളോയിങ്. So what we can do when there is a leakage of LPG? Disconnect electricity from outside the home. ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളൊക്കെ വീടുകളിലൊക്കെ ഇനി സാഹചര്യം വന്നാൽ ചെയ്യേണ്ടതാണ്. Switch off the regulator and shift the cylinder to an empty space. In an empty space. Open the doors and windows. Request help from fire force calling toll free number 108 or 101. 101 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ച് നമ്മൾ എന്ത് തേടുന്നു? സഹായം അഭ്യർത്ഥിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കലോറിക മൂല്യം. കലോറിക മൂല്യം എന്താണ്? കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് കലോറിക മൂല്യം. അതായത് 1 കിലോഗ്രാം വിറകുണ്ടെന്ന് വിചാരിച്ചു. 1 കിലോഗ്രാം വിറക്, ആ വിറക് കത്തുമ്പോൾ എത്രത്തോളം താപോർജ്ജം പുറത്തുവിടുന്നുണ്ട്, ആ ഒരു അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലോറിക മൂല്യം. അപ്പം എല്ലാ ഇന്ധനങ്ങളുടെയും കലോറിക മൂല്യം എന്താവുന്നില്ല? തുല്യമാകുന്നില്ല. അപ്പം എന്താണ് കലോറിക മൂല്യം? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് കലോറിക മൂല്യം. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, അപ്പോൾ എല്ലാ ഇന്ധനങ്ങൾക്കും ഒരേ കലോറിക മൂല്യമാണോ? അല്ല. കലോറിക മൂല്യം ഏറ്റവും കൂടിയ വാതകം എന്ന് പറയുന്നത്, ഏറ്റവും കൂടിയ ഇന്ധനം, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ സ്ഫോടന സ്വഭാവം കൂടുതലാണ്. ഹൈഡ്രജൻ സ്ഫോടനാത്മകമാണ്. അതുകൊണ്ട് വീടുകളിൽ എന്ത് ഉപയോഗിക്കാറില്ല? ഹൈഡ്രജൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഹൈഡ്രജൻ ഒരു ഇന്ധനമായി വീടുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല? കലോറിക മൂല്യം വളരെ കൂടുതലാണ്, അതുകൊണ്ട് സ്ഫോടന സ്വഭാവം കൂടുതലാണ്. ഓക്കെ ആണല്ലോ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആൻ ഇമ്പോർട്ടൻറ്റ് ടേം ഈസ് calorific value. Then what means calorific value? English medium students listen. Calorific value, the amount of heat liberated by complete combustion of 1 kilogram of a fuel is known as calorific value. So all of you say, what is calorific value? The amount of heat liberated, the amount of heat released by the complete combustion of 1 kilogram of fuel. Then which fuel has the highest calorific value? Highest calorific value, hydrogen. Which fuel has the highest calorific value? Hydrogen. So that is why hydrogen cannot be used in domestic purpose, because it is highly explosive. Okay, so hydrogen have high calorific value. So നോക്കൂ, even though hydrogen fuel has high calorific value, it is not used as a domestic fuel. Why? It is highly explosive in nature. It is highly explosive in nature. സ്ഫോടനം കൂടുതലാണ്. ഓക്കെ, ദെൻ നേരത്തെ നമ്മൾ മലയാള മീഡിയത്തിൽ പറഞ്ഞിരുന്നു ബയോമാസ്, അതുപോലെ ബയോഗ്യാസ്. എന്താണ് ബയോമാസ് എന്ന് പറഞ്ഞാൽ? ദി ബോഡി പാർട്സ് വേസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഓൺ ദി എർത്ത് സർഫേസ് ഈസ് കോൾഡ് ബയോമാസ്. ഓക്കെ, they have characteristic smell. Sulfur dioxide is responsible for the smell. Sulfur dioxide is responsible for the smell. Okay, the body parts waste of animals on the earth surface is called biomass. Okay, then we have to deposit biogas. We have to deposit biomass in a proper way. We have to deposit biomass in a proper way. By depositing biomass in a proper way, we can form biogas. ഇവിടെ തന്നിട്ടുണ്ട്, എല്ലാവരും വായിച്ചു നോക്കൂ. When bio-waste is deposited in a biogas plant in the absence of oxygen, biogas is formed by the action of bacteria. Okay, its main constituents are methane and carbon dioxide. The slurry discharged from the biogas plant is a good manure. What is manure? Valam. Okay, the slurry is used as a manure. Okay, then there is no atmospheric pollution. ഇതുണ്ടായിരിക്കില്ല, അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ വി ക്യാൻ ഡിക്രീസ് ദ റേറ്റ് ഓഫ് ഡിസീസസ്, പാൻഡമിക് ഡിസീസസ്, പകർച്ചവ്യാധികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കുറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതും ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അവിടെ തന്നിട്ടുണ്ട്, ഇതാ മോർ കാലോറിഫിക് വാല്യൂ, നോ പൊല്യൂഷൻ, സ്ലറി ക്യാൻ ബി യൂസ്ഡ് ആസ് എ മാന്യൂർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ശ്രദ്ധിച്ചോ, നമ്മൾ മറ്റൊരു പുതിയ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. പവർ സ്റ്റേഷൻ. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ വൈദ്യുതകാന്തിക പ്രേരണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പവർ സ്റ്റേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഉയർന്ന അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് പവർ സ്റ്റേഷൻസ്. പവർ സ്റ്റേഷൻസ് ആർ പ്ലേസസ് അറ്റ് വിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, പവർ സ്റ്റേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ത്രീ, മെയിൻലി ത്രീ. പവർ സ്റ്റേഷൻസ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻറ്റു ത്രീ. പവർ സ്റ്റേഷനുകളെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. Hydroelectric power station. First one, hydroelectric power station. Here water is a source. അവിടെ എന്താണ് സ്രോതസ്? ജലമാണ് സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ജലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടർബൈൻ കറക്കുന്നതും അതുപോലെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഴ്സ് ഏതാണ്? വാട്ടറാണ്, വാട്ടർ സോഴ്സാണ്, ജലസ്രോതസ്സാണ്.
ദെൻ രണ്ടാമത്തത് തെർമൽ പവർ സ്റ്റേഷൻ. സെക്കൻഡ് വൺ തെർമൽ പവർ സ്റ്റേഷൻ. ഹിയർ ദ സോഴ്സ് ഈസ് ഫ്യൂവൽ. ഹിയർ ഈസ് source is fuel like coal, naphtha, lignite. Okay, so by burning these fuel, steam is produced. By producing that steam we can rotate the turbine and can produce electric current. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന എന്താണ്? ഇന്ധനമാണ്. അപ്പോൾ ഇന്ധനങ്ങളായ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് ഇവ കത്തിക്കുകയും അതുവഴി വെള്ളം ചൂടാക്കുകയും ആ വെള്ളത്തിൽ നിന്ന് ചൂടായി വരുന്ന നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കുകയും അതുവഴി ആർമേച്ചർ കറങ്ങുകയും കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാവുകയും കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലോ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലമാണ് ഉണ്ടാവുക. ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം. ആ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാം. എല്ലാവർക്കും അറിയും. അപ്പോൾ ആ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലത്തിൽ നിന്നും എന്ത് ചെയ്യാന്ന് നമ്മൾ പൈപ്പ് വഴി വെള്ളം ഒഴുക്കി കൊണ്ടുവരിക. ആ പൈപ്പ് വഴി ഒഴുക്കി കൊണ്ടുവരുന്ന വെള്ളത്തെ ടർബൈനിൽ വന്ന് വേടിപ്പിച്ച് ടർബൈൻ കറങ്ങുകയും കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാവുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. Okay, in hydroelectric power station, the water is stored at a height and it is streamed through a pipe and it allowed to fall on turbine. By rotating turbine, we can produce current. Okay, in thermal power station, fuels are burned and water is heated, steam is produced. And this steam is rotating the turbine. Okay, thermal power station കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിക്കുകയും അത് വെള്ളം ചൂടാക്കുകയും അതുവഴി എന്ത് ചെയ്യുന്നു? നീരാവി ശക്തിയായി ഒഴുകി വരുന്ന നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ third one. So there are three type of power stations. First one hydroelectric, second one thermal power station, third one nuclear power station. ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് എന്താണ്? യുറേനിയമാണ്. യുറേനിയം കാർബൈഡ് പോലെയുള്ള ഫ്യൂൽസ് ആണ് ഉപയോഗിക്കുന്നത്. Okay, in nuclear power station, uranium and carbide is used in nuclear power station. Okay, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റങ്ങൾ അറിയണം. എനർജി കൺവേർഷൻസ് അറിയണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിതിൻ്റെ ഇംഗ്ലീഷ് ടേം ഇനി പ്രത്യേകിച്ച് നോട്ടായി കാണുന്നില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഓക്കെ, so we must bothered about the energy change takes place in power station. പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റത്തെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിവുണ്ടായിരിക്കേണ്ടതുണ്ട്. ആദ്യം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അതായത് ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം, അപ്പോൾ അത് നിശ്ചിതാവസ്ഥയിലാണ്. നിശ്ചലാവസ്ഥയിലുള്ള ഊർജ്ജം ഏതാ? സ്ഥിതികോർജ്ജമാണ്. പിന്നെ അത് പൈപ്പ് വഴി ഒഴുക്കിക്കൊണ്ടുവരുന്നു, അപ്പോൾ അത് ഒഴുകുന്ന വെള്ളമാണ്. ഒഴുകുന്ന വെള്ളത്തിന് ഏത് ഊർജ്ജമാണ് ഉണ്ടാവുക? ഗതികോർജ്ജം. അത് വന്ന് ടർബൈനിൽ വീഴുന്നു, അപ്പോൾ ടർബൈൻ കറങ്ങുന്നു. ടർബൈൻ കറങ്ങുക എന്ന് പറയുന്നത് യാന്ത്രികോർജ്ജമാണ്. ടർബൈൻ കറങ്ങുമ്പോൾ എന്തുണ്ടാകുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു, അപ്പോൾ വൈദ്യുതോർജ്ജമാണ്. ഓക്കെ, സോ എന്താണ് ഊർജ്ജമാറ്റം എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സ്ഥിതികോർജ്ജം ഗതികോർജ്ജമായി മാറുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. Okay, we know in hydroelectric power station the water is stored at a height, so it is state of rest. Then which energy is responsible for state of rest? Potential energy. So what is the term of English for the Sthitigorjam? Potential energy. Okay, and it allows to flow through a pipe. Okay, that means it flows or it moves it in a motion. So which energy is related to motion? Kinetic energy. So what is the term related to Gedigorjam? Kinetic energy. So first one, potential energy is converted into kinetic energy. Okay, by falling on turbine, the turbine will rotate, that means mechanical energy. So mechanical energy, then electric energy. So what is the energy change? What is the energy transformation takes place in hydroelectric power station? Potential energy to kinetic energy, kinetic energy to mechanical energy, mechanical energy to electrical energy. ഇനി ഇത് ഉൾക്കൊള്ളുന്ന ഇതെവിടൊക്കെയാണ് കേരളത്തിലുള്ളത്? ആ സ്ഥലങ്ങൾ കാണാതെ പഠിക്കുക. പള്ളിവാസൽ, അതുപോലെ മൂലമറ്റം. പള്ളിവാസൽ, മൂലമറ്റം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കാണുന്നത് ഏതായിരിക്കും? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആയിരിക്കും. ദെൻ സെക്കൻഡ്, തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം.
ഇവിടെ കത്തുകയാണ് ചെയ്യുന്നത്, ഇന്ധനം ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇന്ധനം ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനമാണ്. കത്തുക എന്നുള്ളത് എന്താണ്? ഒരു രാസപ്രവർത്തനമാണ്. അപ്പോൾ രാസോർജ്ജം. അതുവഴി എന്തുണ്ടാകും? താപോർജ്ജം. ആ താപം മൂലം വെള്ളം ചൂടാക്കുകയും വെള്ളത്തിൽ നിന്നും നീരാവി ഉൽപ്പാദിപ്പിക്കുകയും ആ നീരാവി വന്ന് ടർബൈനിൽ തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടർബൈൻ കറങ്ങുമ്പോൾ ഏതൂർജ്ജമായി? യാന്ത്രികോർജ്ജമായി. യാന്ത്രികോർജ്ജം ടർബൈൻ കറങ്ങിയാൽ എന്തുണ്ടാകുന്നു? വൈദ്യുതി ഉണ്ടാകുന്നു. അപ്പോൾ വൈദ്യുതോർജ്ജം ഉണ്ടായി. അപ്പോൾ എന്താണ് തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? രാസോർജ്ജം താപോർജ്ജമായി മാറുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഹീറ്റ് എനർജി. Chemical energy is converted into heat energy. Heat energy is converted into mechanical energy. Mechanical energy is converted into electric energy. ഓക്കെ, എല്ലാത്തിൻ്റെയും അവസാനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജം ആയിരിക്കും. അതായത് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക് എനർജി ആയിരിക്കും. ഓക്കെ, സോ which are the energy transformations in thermal power station? The chemical energy to heat energy to mechanical energy to electric energy. Then where are the places at which thermal power stations are located? നെയ്വേലി, കായംകുളം. എവിടെയൊക്കെയാണ് തെർമൽ പവർ സ്റ്റേഷൻ കാണാൻ സാധിക്കുന്നത്? നെയ്വേലി എന്ന് പറയുന്ന സ്ഥലത്തും കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തും നിങ്ങൾക്ക് തെർമൽ പവർ സ്റ്റേഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയർ ഊർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജം. ഇവിടെയും ഒരു ചെറിയ മാറ്റം മാത്രമേ ഉള്ളൂ. ഇവിടെ രാസോർജ്ജമാണ്, ഇവിടെ ന്യൂക്ലിയർ ഊർജ്ജമാണ്. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജം, താപോർജ്ജം, യാന്ത്രികോർജ്ജം, വൈദ്യുതോർജ്ജം. സോ വാട്ട് ഈസ് എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്? Nuclear energy converted into heat energy. Heat energy is converted into mechanical energy. Mechanical energy is converted into electric energy. Then where is the places at which nuclear power stations are located? Tarapur, Kalpakkam. Okay, Tarapur, Kalpakkam. കോട്ട എന്ന് പറയുന്ന സ്ഥലത്തും ന്യൂക്ലിയർ പവർ സ്റ്റേഷനൊക്കെ ഉണ്ട്. അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞു? വിവിധ തരം പവർ സ്റ്റേഷനുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്കറിയാം, നമ്മളുടെ ഭൂമിയുടെ തന്നെ എനർജി സ്രോതസ്, ഊർജത്തിന്റെ ഉറവിടം, എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിലൊക്കെ, സൂര്യനാണ് ഊർജത്തിന്റെ ഉറവിടം. സൂര്യനാണ് സകല ഊർജത്തിന്റെയും ഉറവിടം. ആരാണ്? സൂര്യനാണ്. സൺ ഈസ് ദ മെയിൻ എനർജി സോഴ്സ് റിലേറ്റഡ് ടു എർത്ത്. ഭൂമിയുമായി ബന്ധപ്പെട്ട ഊർജത്തിന്, എല്ലാതരം ഊർജത്തിന്റെയും ബേസിക് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണ്. സൺ ഇസ് എ മെയിൻ എനർജി സോഴ്സ്. അപ്പോൾ ഈ സൂര്യനിൽ നിന്ന് വരുന്ന രണ്ട് തരം ഊർജ്ജങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് സൂര്യനിൽ നിന്ന് വരുന്ന രണ്ട് തരം ഊർജ്ജങ്ങൾ? ഒന്ന് ലൈറ്റ്, മറ്റൊന്ന് ഹീറ്റ്. ഒന്ന് പ്രകാശം, മറ്റൊന്ന് താപം. അപ്പോൾ സൂര്യനിൽ നിന്നും രണ്ട് തരം ഊർജ്ജങ്ങൾ പ്രധാനമായിട്ടും പുറത്തു വരുന്നുണ്ട്. ഒന്നേതാ? രണ്ട് തരം ഊർജ്ജങ്ങൾ, സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന രണ്ട് തരം ഊർജ്ജങ്ങൾ ഏതാ? ഒന്ന് പ്രകാശം, മറ്റൊന്ന് താപം. Two forms of energies are coming from sun. First one heat, second one light. അപ്പോൾ നമുക്ക് ഈ സൂര്യനിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ്, ഈ താപം, ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതായത് സൂര്യനും എന്ത് തന്നെയാണ്? ഒരു ഊർജ്ജ സ്രോതസ്സാണ്. ആ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? അതെങ്ങനെ പ്രവർത്തിക്കുന്നു? എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. We know sun is a main energy source. The main energies are coming from sun are heat and light. So we can make some devices based on heat and based on light. And we have to study the advantage and disadvantage of those devices. Okay. First one. ഏതാണ് ഒന്നാമത്തെ ഉപകരണം? സോളാർ പാനൽ. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ഡിവൈസ്? സോളാർ പാനൽ. ഓക്കെ, ഉപകരണം ഏതാണ്? സോളാർ പാനൽ. നമ്മൾ ഇത് കാണാറുണ്ട് നമ്മളെ വീടുകളിലൊക്കെ. ഇനി ഇപ്പോൾ പല സ്കൂളുകളുടെയും അതുപോലെ പല എയർപോർട്ടുകളുടെയൊക്കെ കംപ്ലീറ്റ് പ്രവർത്തനം എന്താക്കി മാറ്റിയിട്ടുണ്ട്? സോളാറാക്കി മാറ്റിയിട്ടുണ്ട്. സോളാർ പാനൽ ഉപയോഗിച്ചാക്കിയിട്ടുണ്ട്. ഇല്ലേ? അറിയും. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ കൊച്ചിൻ എയർപോർട്ട് അതുപോലെയുള്ള എയർപോർട്ടുകളിലൊക്കെ ഇപ്പോൾ ഏതാണ്? സോളാർ പാനലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പല സ്കൂളുകളും അങ്ങനെയായി മാറിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തേത് ഏതാ? സോളാർ പാനലാണ്. സോളാർ പാനലിൽ നടക്കുന്ന പ്രധാനപ്പെട്ട
പ്രതിഭാസം, ഫിനോമിന എന്ന് പറഞ്ഞാൽ ഫോട്ടോ വോൾട്ടൈക് പ്രഭാവമാണ്. ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്. സോളാർ പാനൽ ഈസ് വർക്ക്സ് ഓൺ ദി ബേസിസ് ഓഫ് ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്. ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ്. അപ്പോൾ എന്താണ് സോളാർ പാനലിന് കാരണമായ പ്രതിഭാസം? ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം. ഓക്കെ. ഇനി അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സൗരോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജമായി മാറുന്നു. ഓക്കെ. സൗരോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജമായി മാറുന്നു. മനസ്സിലാവുന്നുണ്ടോ? സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി. Okay, so what is the energy change? What is the energy change takes place in? What is the energy change takes place in solar panel? What is the energy change takes place in solar panel? Solar energy is converted into electric energy. Solar energy is converted into electric energy. Then what are the advantages? What are the advantages? Low cost. Then there is no pollution. Then എന്താണ് പോരായ്മകൾ എന്തൊക്കെയാ? ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? ലോ കോസ്റ്റ്, അതേപോലെ നോ പൊല്യൂഷൻ, ചിലവ് കുറവ്, അന്തരീക്ഷ മലിനീകരണം ഇല്ല. ഇത് ഏതിൻ്റെ ഗുണമേന്മയാണ്? സോളാർ പാനലിൻ്റെ ഗുണമേന്മയാണ്. അന്തരീക്ഷ മലിനീകരണം ഇല്ല, അതുപോലെ ചിലവ് കുറവാണ്. ലോ കോസ്റ്റ്, നോ പൊല്യൂഷൻ. ദെൻ എന്തൊക്കെയാണ് പോരായ്മകൾ? എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്? എന്തൊക്കെയാണ്? മൂടിക്കെട്ടിയ അന്തരീക്ഷമുള്ളപ്പോഴും രാത്രി കാലങ്ങളിലും ഉപയോഗിക്കാൻ കഴിയില്ല. cannot be used in cloudy condition and night. cannot be used in cloudy condition. The cloudy condition എന്ന് പറഞ്ഞാൽ മൂടിയ അന്തരീക്ഷം, cloudy atmosphere, and cannot be used in night. രാത്രിയും മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉള്ളപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. ഓക്കെ. ഇനി മറ്റൊന്നാണ് സോളാർ കുക്കർ. ഓക്കെ, ഇവിടെ സോളാർ പാനൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, അത് സോളാർ കുക്കർ എന്ന് വായിക്കട്ടോ. സോളാർ കുക്കർ. ഓക്കെ, സോളാർ കുക്കർ. സോളാർ കുക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? എന്താണ് സോളാർ കുക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം? സോളാർ കുക്കറിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? സൗരോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം താപോർജ്ജമായി മാറുന്നു. സൗരോർജ്ജം താപോർജ്ജമായി മാറുന്നു. ഇവിടെ സോളാർ പാനൽ എന്നാണ് നിങ്ങൾ കാണുക, അത് സോളാർ കുക്കർ എന്ന് വായിക്കുക. അപ്പോൾ എന്താണ് സോളാർ കുക്കറിന്റെ ഉപയോഗം? സൗരോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജം. The energy change takes place in solar cooker. The energy change takes place in solar cooker. Solar energy is converted into heat energy. Solar energy is converted into heat energy. സൗരോർജ്ജം എന്തായി മാറുന്നു? താപോർജ്ജമായി മാറുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്? നേരത്തെ പറഞ്ഞ പോലെ ലോ കോസ്റ്റ്, നോ പൊല്യൂഷൻ. ചിലവ് കുറവാണ്, അന്തരീക്ഷ മലിനീകരണമില്ല. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ? ഇത് ഗുണങ്ങളാണ് കേട്ടോ. ചിലവ് കുറവ്, അന്തരീക്ഷ മലിനീകരണം ഇല്ല എന്നുള്ളതാണ് മേന്മകളാണ്, ഗുണങ്ങളാണ്. അഡ്വാൻറ്റേജ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്? ചിലവ് കുറവാണ്, അന്തരീക്ഷ മലിനീകരണം ഇല്ല. ലോ കോസ്റ്റ് ആൻഡ് നോ പൊല്യൂഷൻ. പിന്നെ വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജ്? എന്തൊക്കെയാണ് ഇതിന്റെ പോരായ്മകൾ? എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജ്? വറുക്കാനും പൊരിക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒന്നും സാധ്യമല്ല. cannot be used for frying and cannot be used for making chapatis. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഡീമെറിറ്റ്സ്. വറുക്കാനും പൊരിക്കാനൊന്നും പറ്റൂല. അല്ലാതെ ചെറിയ തരത്തിലുള്ള കുക്കിംഗ് ഒക്കെ ഏതുകൊണ്ട് ഉപയോഗിക്കാം? സോളാർ കുക്കർ കൊണ്ട് ഉപയോഗിക്കാം. cannot be used for frying and cannot be used for making chapatis like that. ഓക്കെ, then വെയിലില്ലാത്തപ്പോൾ പറ്റില്ല. വെയിലില്ലാത്തപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, cannot be used in the absence of sunlight. cannot be used in the absence of sunlight. cannot be used in the absence of sunlight എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് മാത്രമേ സോളാർ കുക്കർ കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? സോളാർ പാനലും സോളാർ കുക്കറും. ഓക്കെ ആണല്ലോ. ദെൻ മൂന്നാമത്തത് സോളാർ വാട്ടർ ഹീറ്റർ. സോളാർ വാട്ടർ ഹീറ്റർ. ഇവിടെയും സോളാർ പാനൽ എന്നായിരിക്കും നിങ്ങൾ കാണുക, അത് സോളാർ വാട്ടർ ഹീറ്റർ എന്ന് വായിക്കുക. ഓക്കെ, സോളാർ വാട്ടർ ഹീറ്റർ എന്ന് വായിക്കട്ടോ. സോളാർ വാട്ടർ ഹീറ്റർ. അപ്പോൾ രണ്ട് ഭാഗത്തും സോളാർ പാനൽ എന്നുള്ളതാണ് നോട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ സോളാർ കുക്കർ എന്നും ഇവിടെ സോളാർ വാട്ടർ ഹീറ്റർ എന്നും വായിക്കുക. ഈ സോളാർ കുക്കറിൽ എന്താണോ അത് തന്നെയാണ് സോളാർ വാട്ടർ ഹീറ്ററിൽ നടക്കുന്ന ഊർജ്ജമാറ്റവും. എന്താണ്? സൗരോർജ്ജം താപോർജ്ജമായി മാറുന്നു. What is the energy change takes place in solar water heater? Solar energy is converted into heat energy. Then what are the advantages?
എന്തൊക്കെയാണ് ഗുണങ്ങൾ? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ചിലവ് കുറവാണ്, ലോ കോസ്റ്റ്. അന്തരീക്ഷ മലിനീകരണമില്ല. ചിലവ് കുറവാണ്, അന്തരീക്ഷ മലിനീകരണമില്ല. ലോ കോസ്റ്റ് ആൻഡ് നോ പൊല്യൂഷൻ. എന്താണ് ഡിസഡ്വാൻറ്റേജ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂര്യപ്രകാശം കുറവുള്ളപ്പോൾ ഉപയോഗിക്കാൻ കഴിയില്ല. cannot be used in the absence of sunlight. cannot be used in the absence of sunlight. സൺലൈറ്റ് ഇല്ലാത്ത സമയത്ത് എന്ത് പറ്റൂല? ഉപയോഗിക്കാൻ സാധ്യമല്ല. ഓക്കെ, അപ്പൊ സൂര്യന്റെ ഊർജവുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 ഉപകരണങ്ങളാണ് പഠിച്ചു കഴിഞ്ഞത്. ഫസ്റ്റ് വൺ, 3 ഡിവൈസുകളാണ് ഡിസ്കസ്ഡ്. 3 ഡിവൈസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിച്ച് ആർ ദ 3 ഡിവൈസസ്? ഫസ്റ്റ് വൺ, സോളാർ തെർമൽ പവർ പ്ലാന്റ്. സെക്കൻഡ് വൺ, സോളാർ കുക്കർ. തേർഡ് വൺ, സോളാർ വാട്ടർ ഹീറ്റർ. ദെൻ നാലാമത്തത് സോളാർ തെർമൽ പവർ പ്ലാന്റ്. ഓക്കെ, എന്താണ് ഊർജ്ജമാറ്റം? സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. സോളാർ തെർമൽ പവർ പ്ലാന്റിൽ നടക്കുന്ന ഊർജ്ജമാറ്റം സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. വാട്ട് ഈസ് എനർജി ടേക്സ് പ്ലേസ് ഇൻ സോളാർ തെർമൽ പവർ പ്ലാന്റ്? Solar energy is converted into electric energy. Then what are the advantages? എന്തൊക്കെയാണ് ഗുണങ്ങൾ? It is a green energy. ഈ ചാപ്റ്ററിന്റെ അവസാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണ് ഗ്രീൻ എനർജി. ഓക്കെ, അതുപോലെ പുനരുപയോഗിക്കാൻ സാധിക്കും. can be reused and long lasting, ദീർഘകാലം ഉപയോഗിക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാ? സോളാർ തെർമൽ പവർ പ്ലാന്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? It is a green energy, can be reused and long lasting. ഗ്രീൻ എനർജിയാണ്, പുനരുപയോഗം നടത്താം, അതുപോലെ ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടിയും കഴിയും. ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്ത് ഉൽപാദനം കുറവായിരിക്കും. ലോ പ്രൊഡക്ഷൻ ഇൻ റെയിനി സീസൺ. മഴക്കാലത്ത് ഉൽപാദനം കുറവായിരിക്കും. ലോ പ്രൊഡക്ഷൻ ഇൻ റെയിനി സീസൺ. സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. can be used only in the presence of sunlight. സൂര്യപ്രകാശമുള്ളപ്പോൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു കഴിഞ്ഞു? 2 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ഒന്ന്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ സ്റ്റേഷൻസ്. ദെൻ സൺ എനർജി സോഴ്സ്. വിവിധ തരം പവർ സ്റ്റേഷനുകളും സൂര്യൻ ഒരു ഊർജ്ജ സ്രോതസ്സും. ഇനി നമ്മൾ മറ്റു ചില ഊർജ്ജ സ്രോതസ്സുകൾ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. വി ആർ ഗോയിങ് ടു ഫെമിലിയറൈസ് വിത്ത് സം അതർ എനർജി സോഴ്സസ്. ഓക്കെ, അതിലൊന്ന് കാറ്റ്, വിൻഡ്. 2 വേലിയേറ്റം, ടൈഡൽ ഫോഴ്സ്. 3 സമുദ്രം, ഓഷ്യൻ. 4 ജിയോ തെർമൽ. 5 ന്യൂക്ലിയർ എനർജി, ന്യൂക്ലിയർ ഊർജം. ഏതൊക്കെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന ഊർജ സ്രോതസ്സുകൾ, മറ്റു ഊർജ സ്രോതസ്സുകൾ? അപ്പൊ ഈ 5 ഊർജ സ്രോതസ്സുകൾ പരിചയപ്പെടുന്നതോടുകൂടി ചാപ്റ്ററിന്റെ ഒരു 95% അവസാനിക്കും. ഏതൊക്കെയാണ്? കാറ്റ്, അതായത് വിൻഡ്. മറ്റൊന്ന് വേലിയേറ്റം, അതായത് ടൈഡൽ. ദെൻ മറ്റൊന്ന് സമുദ്രം, ഓഷ്യൻ. ദെൻ മറ്റൊന്ന് ജിയോ തെർമൽ. ദെൻ മറ്റൊന്ന് ന്യൂക്ലിയർ ഊർജം, ന്യൂക്ലിയർ എനർജി. അതിലാദ്യത്തത് കാറ്റ്. നമുക്കറിയാം കാറ്റും ഒരു ഊർജ സ്രോതസ്സാണ്. എനർജി ആണ് ഇത് വിൻഡ് ഈസ് ആൻ ഫോം ഓഫ് എനർജി സോഴ്സ്. കാറ്റും ഒരു ഊർജ സ്രോതസ്സാണ്. അപ്പൊ നന്നായി കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് സ്ഥാപിക്കാം? കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാവുന്നതാണ്. അപ്പൊ കാറ്റാടി യന്ത്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ കാറ്റാടി യന്ത്രത്തിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ഇൻ വിൻഡ്മിൽ? ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. സോ വിൻഡ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി. കാറ്റും എന്താണ്? ഒരു ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ കാറ്റാടി പാടങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ കാറ്റാടി പാടങ്ങളിൽ, അതായത് കാറ്റാടി യന്ത്രത്തിൽ, വിൻഡ് മില്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ്? എനർജി കൺവേർഷൻ എന്താണ്? പവനോർജം യാന്ത്രികോർജ്ജമായി മാറുന്നു. പവനോർജം എന്ന് പറഞ്ഞാൽ കാറ്റിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജമാണ് പവനോർജം. അപ്പൊ പവനോർജം എന്തായി മാറുന്നു? യാന്ത്രികോർജ്ജം എന്തായി മാറുന്നു? വൈദ്യുതോർജ്ജം. ഓക്കെ, എന്താണ്? വിൻഡ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതാണ് എനർജി ചേഞ്ച്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ?
ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ വൈദ്യുതി ഉൽപാദനത്തിന് ആവർത്തന ചെലവുകൾ ആവശ്യമില്ല. എന്താണ് മേന്മ? വൈദ്യുതി ഉൽപാദനത്തിന് ആവർത്തന ചെലവുകൾ ആവശ്യമില്ല. എന്താണ് പോരായ്മ? ചിലവ് കൂടുതലാണ്. കാറ്റാടിക്കുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കുന്നതിന് ചിലവ് കൂടുതലാണ്. നല്ല അമിതമായ കാറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുക? അതിൻ്റെ കേടുപാടുകൾ തീർക്കാനുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കാനും പറ്റില്ല. കാരണം എന്താ? നന്നായിട്ട് മരങ്ങൾ വളരുന്ന അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊന്നും കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാൻ സാധ്യമല്ല. തുറസായ നന്നായിട്ട് കാറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ? കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുള്ളൂ. എവിടൊക്കെയാണുള്ളത്? കഞ്ചിക്കോട് ഉണ്ട്, രാമക്കൽമേടും ഉണ്ട്. ഓക്കെ. സോ വിൻഡ് ഈസ് എ ഫോം ഓഫ് എനർജി. വിൻഡ് മില്ലിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ എന്തൊക്കെയാണ്? വിൻഡ് മിൽസിന്റെ അഡ്വാൻറ്റേജ് ഒക്കെ എന്തൊക്കെയാണ്? എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, റിന്യൂവബിൾ ആണ്. ഓക്കെ. എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റൊട്ടേറ്റിംഗ് വിൻഡ് ടർബൈൻസ്. ഓക്കെ. അപ്പോൾ വിൻഡ് മില്ലിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്? എൻവിയോൺമെന്റ് ഫ്രണ്ട്ലി, റിന്യൂവബിൾ. ഇനി എന്തൊക്കെയാണ് ഡ്രോബാക്സ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ഓൺലി അറ്റ് പ്ലേസസ് വെയർ വിൻഡ് ഈസ് അവൈലബിൾ മോസ്റ്റ് ഓഫ് ടൈം. ദെൻ രണ്ടാമത്തത് ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. കേട്ടോ, ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ്. ഡിഫിക്കൾട്ട് ടു ഹാവ് ഹൈ സ്റ്റോറേജ് ബാറ്ററീസ്. വലിയ ബാറ്ററികളിലൊന്നും കറണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉയർന്ന അളവിലൊന്നും കറണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും വേണ്ടി സാധിക്കില്ല. ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. മാത്രമല്ല ഓൺലി അറ്റ് പ്ലേസസ് വെയർ വിൻഡ് ഈസ് അവൈലബിൾ മോസ്റ്റ് ഓഫ് ടൈം. കൂടുതൽ സമയവും കാറ്റുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കാറ്റാടി പാടങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തത് ഏതായിരുന്നു? കാറ്റ്. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തതാണ് വേലിയേറ്റോർജം, ടൈഡൽ എനർജി. വേലിയേറ്റോർജം അതായത് ടൈഡൽ എനർജി. നമുക്കറിയാം ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മൂലമുണ്ടാകുന്ന ഒരു ഫോഴ്സാണ് ഏത്? ഒരു ഫലമാണേത്? വേലിയേറ്റം അല്ലേ? ദ ഗ്രാവിറ്റേഷണൽ പുൾ ഫ്രം എർത്ത് ആൻഡ് മൂൺ കോസ് ടൈഡ് ആണല്ലോ. ഗ്രാവിറ്റേഷണൽ പുൾ ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ കോസ് ടൈഡ്. ചന്ദ്രനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം. വേലിയേറ്റം എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണ്. ടൈഡ് ഇസ് എ ഫോം ഓഫ് എനർജി. എന്താണ് വേലിയേറ്റം എന്നുള്ളത് ജിയോഗ്രഫിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ എന്താണ് വേലിയേറ്റ സമയത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം? വേലിയേറ്റ സമയത്ത് നടക്കുന്ന ഊർജ്ജമാറ്റം. വാട്ട് ഈസ് എനർജി ടേക്സ് പ്ലേസ് ഓൺ ദി ടൈം ഓഫ് ടൈഡൽ റൈസ്? Tidal energy is converted into electrical energy. Tidal energy is converted into electrical energy. Tidal energy എന്തായിട്ട് മാറുന്നു? വേലിയേറ്റോർജം എന്തായി മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു. ഇത് നമുക്കറിയേണ്ടത് ഇത് കേരളത്തിൽ സാധ്യമാണോ എന്നുള്ളതാണ്. കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതിനാൽ വേലിയേറ്റോർജം പ്രയോജനപ്പെടുത്താനാകുന്നില്ല. അപ്പം കേരളത്തിൽ സാധ്യമാണോ വേലിയേറ്റം? സാധ്യമല്ല. കാരണം വേലിയേറ്റം കൊണ്ട് ഊർജം നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 മീറ്ററിലും കൂടുതൽ വേലിയേറ്റം ഉണ്ടാകണം. അതായത് ആ ജലത്തിന്റെ ഉയർച്ച എത്ര മീറ്ററിൽ കൂടുതലായിരിക്കണം? 1 മീറ്ററിൽ കൂടുതലായിരിക്കണം. പക്ഷെ കേരളത്തിൽ 1 മീറ്ററിൽ കുറവാണ്. ഓക്കെ. The tidal rise altitude must be greater than 1 meter to produce energy from tidal forces. Okay, so it is not applicable or it is not practical in Kerala because the tidal altitude is less than 1 meter in Kerala. The tidal altitude is less than 1 meter in Kerala. Okay, so നോക്കൂ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചോ. Tides of high altitude is needed to generate electricity. Tides of high altitude is needed to generate electricity. It must be greater than, the tidal altitude must be greater than 1 meter. The tidal altitude must be greater than 1 meter. But in Kerala it is less than 1 meter. So tidal energy is not practical in Kerala. Okay അല്ലേ? Then എന്താണ് ഇതിൻ്റെ ഒരു മേന്മ? വേലിയേറ്റത്തിൻ്റെ ഒരു മേന്മ എന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയും. പുനഃസ്ഥാപിക്കാൻ കഴിയും. എന്താണ് വേലിയേറ്റത്തിൻ്റെ ഒരു മേന്മ? പുനഃസ്ഥാപിക്കാൻ കഴിയും. What is the advantages of tidal energy? What is the advantage of tidal energy? Renewable. എന്താണ്? Renewable. ഓക്കെ അല്ലേ? അപ്പോൾ 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ 2 എണ്ണം നമ്മൾ അവസാനിപ്പിച്ചു. ഏതൊക്കെയാ? കാറ്റും വേലിയേറ്റം, വിൻഡും ടൈഡും. പിന്നെ മൂന്നാമത്തതാണ് സമുദ്ര താപോർജം. ഓഷ്യൻ ഇസ് എ സോഴ്സ് ഓഫ് എനർജി. ഓഷ്യൻ ഇസ് എ സോഴ്സ് ഓഫ് എനർജി. സമുദ്രം എന്താണ്? ഒരു ഊർജ സ്രോതസ്സാണ്. എങ്ങനെയാണ്? സമുദ്രത്തിലെയും സമുദ്ര ഉപരിതലത്തിലെയും താപനിലയിൽ വ്യത്യാസമുണ്ട്. അതായത് സമുദ്ര ഉപരിതലത്തിലും സമുദ്രത്തിന്റെ താഴ്ഭാഗത്തും ചൂടിൽ താപത്തിന്റെ അളവിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്.
ഈ വ്യത്യാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കെന്ത് ഈ വ്യത്യാസം ഉപരിതലത്തിലെ ചൂട് ഉപയോഗിച്ച് എളുപ്പം ബാഷ്പീകരിക്കുന്ന ദ്രാവകത്തെ തിളപ്പിച്ച് നീരാവിയാക്കി ടർബൈൻ കറക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ സമുദ്ര ഉപരിതലത്തിലെയും സമുദ്രത്തിലെയും താപനിലയിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം ഉപയോഗപ്പെടുത്തി നമുക്ക് എളുപ്പം ബാഷ്പീകരിക്കുന്ന ദ്രാവകത്തെ തിളപ്പിച്ച് അമോണിയ പോലെയുള്ള വാതകങ്ങളെ പെട്ടെന്ന് വാതകമാക്കി മാറ്റി ആ വാതകം ഉപയോഗിച്ച് നമുക്ക് ടർബൈൻ കറക്കി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സമുദ്രവും നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് ഉപയോഗിക്കാം. ഓഷ്യൻ തെർമൽ എനർജി. Then how ocean thermal energy is used? Difference in temperature between surface water and water at the depth. എന്താണ് ഓഷ്യൻ തെർമൽ എനർജി? അതാണ് OTE എന്ന് പറഞ്ഞാൽ ഓഷ്യൻ തെർമൽ എനർജി. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചേഴ്സ് ബിറ്റ്വീൻ സർഫേസ് വാട്ടർ ആൻഡ് വാട്ടർ അറ്റ് ഡെപ്ത് is the principle of working of ocean thermal energy. Here volatile liquid അമോണിയ, ഇവിടെ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വൊളോട്ടൈൽ. എന്താണ് വൊളോട്ടൈൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് വേപ്പറായി മാറുന്ന ലിക്വിഡിന് വിളിക്കുന്ന പേരാണ് വൊളോട്ടൈൽ ലിക്വിഡ്. Here volatile liquid ammonia get evaporated at the surface of water and it will rotate the turbine. Okay, here the volatile liquid ammonia gets evaporated at the surface of water and will rotate the turbine. It flows to the depth and get cooled. Again the liquid ammonia gets pumped into the surface sea and so on. അതായത് ഇവിടെയാണ് ലിക്വിഡ് അമോണിയ ഉള്ളത്. ഇതാണ് ഡെപ്ത്. ലിക്വിഡ് അമോണിയ ഇവിടെ ടെമ്പറേച്ചർ കുറവാണ്. ഈ ഭാഗത്ത് സമുദ്രത്തിന്റെ താഴ്ഭാഗത്ത് ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡ് ആയിട്ടുള്ള അമോണിയ അതായത് ഇതിലെങ്ങനെ പമ്പ് ചെയ്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടുത്തെ ചൂട് കാരണം എന്തായിട്ട് മാറും? ഇവാപറേഷൻ നടക്കും, ബാഷ്പീകരിക്കും. എന്നിട്ട് ആ ബാഷ്പീകരിച്ച അമോണിയ അതായത് ഇതിലൂടെ ബാഷ്പമായി മാറിയ വേപ്പറായി മാറിയ അമോണിയ ഈ ടർബൈനിലെത്തുമ്പോൾ ടർബൈൻ എന്ത് ചെയ്യും? കറങ്ങും. എന്നിട്ട് ആ വാതകം അതായത് ആ വേപ്പർ ഫോമിലുള്ള അമോണിയ വീണ്ടും താഴത്തോട്ട് പോകും. സമുദ്രത്തിന്റെ താഴത്തോട്ട് പോകുമ്പോൾ വീണ്ടും ഇവിടെ തണുപ്പായതുകൊണ്ട് കോൾഡ് ആയതുകൊണ്ട് അത് വീണ്ടും എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. അത് വീണ്ടും ഇങ്ങോട്ട് കടത്തിവിടും. ഇങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? താപനിലയിലെ വ്യത്യാസം സമുദ്രത്തിലെ ഉപരിതലത്തിലും സമുദ്രത്തിലെ താഴ്ഭാഗത്തും സർഫേസിലും ഡെപ്തിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഓഷ്യൻ തെർമൽ എനർജി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. കൂടുതൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ അടുത്തത് ഇപ്പോൾ 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്? കാറ്റ്, വേലിയേറ്റം, സമുദ്രം. കാറ്റ്, ടൈഡ്, ഓഷ്യൻ. ദെൻ നാലാമത്തതാണ് ജിയോ തെർമൽ എനർജി. അപ്പോൾ ജിയോ തെർമൽ എനർജിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഹോട്ട്സ്പോട്ട്. എന്താണ് ഹോട്ട്സ്പോട്ട്? ഭൂമിയുടെ കോറിന്റെ കടുപ്പം കുറഞ്ഞ ഭാഗമാണ് ഹോട്ട്സ്പോട്ട്. ഭൂമിയുടെ കോറിന്റെ കടുപ്പം കുറഞ്ഞ ഭാഗമാണ് ഹോട്ട്സ്പോട്ട്. ആ ഹോട്ട്സ്പോട്ടിൽ നിന്നും എന്ത് പുറത്തു വരാൻ സാധ്യതയുണ്ട്? മാഗ്മ. ഈ മാഗ്മയുടെ ചൂട് കാരണം പാറയിടുക്കുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്നും താപം സ്വീകരിച്ച് നീരാവിയായി മാറും. ആ നീരാവി ഉപയോഗിച്ച് നമുക്ക് എന്ത് കറക്കാൻ വേണ്ടി സാധിക്കും? ടർബൈൻ കറക്കാൻ വേണ്ടി സാധിക്കും. കേരളത്തിൽ ഹോട്ട്സ്പോട്ടുകൾ ഇല്ലാത്തതിനാൽ ജിയോ തെർമൽ പ്ലാന്റ് സാധ്യമല്ല. കേരളത്തിൽ എന്തില്ല? അഗ്നിപർവ്വത സ്ഫോടനമൊന്നും വോൾക്കാനോ ഒന്നും എവിടെ ഉണ്ടാവാറില്ല? കേരളത്തിലില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിൽ ഇത് സാധ്യമല്ല. അപ്പോൾ എന്താണ് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? മാഗ്മ പുറത്തു വരുന്ന കോറിന്റെ കടുപ്പം കുറഞ്ഞ ഭാഗം. ഈ കോർ എന്താണ് എന്നുള്ളത് നിങ്ങൾ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. മാഗ്മ പുറത്തു വരുന്ന കോറിന്റെ കടുപ്പം കുറഞ്ഞ ഭാഗമാണ് ഹോട്ട്സ്പോട്ട്. ആ ഹോട്ട്സ്പോട്ട് പാറയിടുക്കുകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഭൂഗർഭജലം, ഭൂമിയുടെ അകത്തുള്ള ജലം ഈ ഹോട്ട്സ്പോട്ടിൽ നിന്നും എന്ത് സ്വീകരിക്കും? താപം സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറും? വാതകമായി മാറും, നീരാവിയായി മാറും. ആ നീരാവി വെച്ച് നമുക്ക് എന്ത് കറക്കാൻ വേണ്ടി സാധിക്കും? ടർബൈൻ കറക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു സംവിധാനത്തെ വിളിക്കുന്ന പേരാണ് ജിയോ തെർമൽ എനർജി. ഓക്കെ, ജിയോ തെർമൽ എനർജി നോക്കൂ. ദ സർഫേസ് ഓഫ് എർത്ത് ഹാസ് കൂൾഡ് ഡൗൺ മേക്കിംഗ് ഇറ്റ് ഹാബിറ്റബിൾ. ഭൂമിയുടെ ഉപരിതലം നമുക്ക് ജീവിക്കാൻ സാധ്യമാണ്. ബട്ട് ദ ഇന്റീരിയർ ഇസ് സ്റ്റിൽ ഇൻ ദി മോൾട്ടൺ ഫോം മാഗ്മ. ഭൂമിയുടെ അകത്ത് എന്താണുള്ളത്? മാഗ്മയാണുള്ളത്. ഉരുകിയ അവസ്ഥയിലുള്ള മാഗ്മ ആണുള്ളത്. വിച്ച് ഈസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ. അതെന്താണ്? നല്ല ഉയർന്ന ടെമ്പറേച്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കം ഔട്ട് ഓഫ് ദി കോർ ത്രൂ ഇറ്റ്സ് സോഫൺ റീജിയൻ. കോറിന്റെ സോഫൺ റീജിയനിലൂടെ അത് പുറത്തു വരും. Such places are known as hot spots. So what do you mean by hot spot? Hot spot എന്ന് പറഞ്ഞാൽ magma which is at higher temperature comes out of the core through its softer region. So
the softer region of the core, the softer region of the core എന്ന് പറഞ്ഞേ, the softer region of the core is known as hotspot. Okay, the underground water at this place means hotspot. Underground water at this place receives heat from hotspot and converted into steam. This steam, which is confined to the region between the rocks, it brought out by drilling pipes through the rocks. Using the steam turbine is rotated to produce electricity. അപ്പോൾ എന്താണ് പറഞ്ഞത്? മാഗ്മ പുറത്തു വരുന്ന കോറിന്റെ സോഫ്റ്റർ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ഹോട്ട്സ്പോട്ട്. ആ ഹോട്ട്സ്പോട്ടിന് അടുത്തുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഹീറ്റ് എനർജി സ്വീകരിച്ചിട്ട് എന്തായി മാറുന്നു? സ്റ്റീമായി മാറുന്നു. ആ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാറയൊക്കെ തുരന്ന് ആ സ്റ്റീമിനെ പുറത്തെത്തിച്ചിട്ട് ആ സ്റ്റീം ഉപയോഗിച്ച് നമുക്ക് എന്ത് കറക്കാൻ വേണ്ടി പറ്റും? ടർബൈൻ കറക്കി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഏത്? ജിയോ തെർമൽ എനർജി. അപ്പോൾ എന്താണ് ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ? ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ സോഫ്റ്റർ റീജിയൻ ഓഫ് കോർ ഈസ് നോൺ ആസ് hotspot. The underground water receives heat from hotspot and converted into steam. Okay, the steam is brought out and using this steam turbine is rotated to produce electricity. Okay, അപ്പോൾ നമ്മൾ 3 എണ്ണം കഴിഞ്ഞു, 4ാമത്തതും കഴിഞ്ഞു. ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞു? 4 എണ്ണം. കാറ്റ്, അതുപോലെ വേലിയേറ്റം, അതുപോലെ സമുദ്രം, മറ്റൊന്ന് ജിയോതെർമൽ എനർജി. വിൻഡ്, ടൈഡ്, ഓഷ്യൻ ആൻഡ് ജിയോതെർമൽ എനർജി. ദെൻ 5ാമത്തതാണ് ന്യൂക്ലിയർ ഊർജ്ജം. അതായത് നമുക്കറിയാം ഒരു ആറ്റത്തിന് എന്തുണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും അല്ലെ? ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വി ക്യാൻ പ്രൊഡ്യൂസ് എനർജി ഫ്രം ദി ന്യൂക്ലിയസ് ആൻഡ് വി നോ ന്യൂക്ലിയസ് ഈസ് ദ സെന്റർ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ സെന്റർ ആണ് എന്ത്? ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ നമുക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും? എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. 2 വിധത്തിലാണ് ന്യൂക്ലിയസിൽ നമുക്ക് ഊർജ്ജം ലഭിക്കുക. ഒന്ന് ന്യൂക്ലിയർ ഫിഷൻ, മറ്റൊന്ന് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, E = mc². ഐൻസ്റ്റീന്റെ E = mc² എന്നുള്ള സമവാക്യമാണ് ന്യൂക്ലിയർ ഫിഷന്റെയും ന്യൂക്ലിയർ ഫ്യൂഷന്റെയും. അതായത് ന്യൂക്ലിയർ ഊർജ്ജത്തിന്റെ ന്യൂക്ലിയസിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമായ സമവാക്യം കണ്ടുപിടിച്ചത് ആരാണ്? ഐൻസ്റ്റീൻ ആണ്. സമവാക്യം ഏതാണ്? E = mc². അപ്പോൾ ന്യൂക്ലിയർ ഫിഷന്റെയും ന്യൂക്ലിയർ ഫ്യൂഷന്റെയും സമവാക്യം ഏതാണ്? ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച E = mc². ഇനി എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? വളരെ സിമ്പിളായി പറഞ്ഞാൽ വലിയ ന്യൂക്ലിയസ് ചെറിയ ന്യൂക്ലിയസ് ആയി മാറുന്ന പ്രതിഭാസം. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസിനെ അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസ് ആയിട്ട് വിഘടിപ്പിക്കുക. അതായത് വലിയ ന്യൂക്ലിയസിനെ വിഘടിപ്പിച്ച് ചെറുതാക്കി മാറ്റുക. ഫിഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മുറിയുക എന്നാണ്. അതാണ് ന്യൂക്ലിയർ ഫിഷൻ. എവിടെയാണ് ഉപയോഗിക്കുക? പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ന്യൂക്ലിയർ ഫിഷനാണ്. അതുപോലെ ആറ്റം ബോംബ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. അപ്പോൾ എന്തായിരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭാരം കൂടിയ ന്യൂക്ലിയസിനെ, അതായത് വലിയ ന്യൂക്ലിയസിനെ ചെറിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ധാരാളം ഊർജ്ജം പുറത്തുവിടും. അതാണ് ന്യൂക്ലിയർ ഫിഷൻ. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ എന്തായിരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ? അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്നു. അപ്പോൾ അറ്റോമിക മാസ് കൂടിയതിനെ കുറഞ്ഞതാക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ ആണെങ്കിൽ കുറഞ്ഞതിനെ കൂടിയതാക്കുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇത് നടക്കുന്നത് എവിടെയാണെന്നറിയോ? സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിലും ഹൈഡ്രജൻ ബോംബിലും നടക്കുന്നു. എന്നാൽ ന്യൂക്ലിയർ ഫിഷനോ പവർ സ്റ്റേഷനിലും ആറ്റം ബോംബിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. എന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷനോ സൂര്യൻ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളിലും ഹൈഡ്രജൻ ബോംബിലും നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സമവാക്യം E = mc². ഓക്കെ, അപ്പൊ ന്യൂക്ലിയസിൽ നിന്ന് 2 പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം. ഓക്കെ, we can produce energy from nucleus in 2 manner. First one, nuclear fission. Second one, nuclear fusion. Then what means nuclear fission? The nuclei of greater mass are split into lighter nuclei. In the nuclear fission, the nuclei of greater mass are split into lighter nuclei. അപ്പോൾ എന്തായിരിക്കും ന്യൂക്ലിയർ ഫ്യൂഷൻ? ലൈറ്റർ ന്യൂക്ലിയൈ ആർ കമ്പൈൻഡ് ടു ഫോം ലാർജർ ന്യൂക്ലിയൈ. ലൈറ്റർ ന്യൂക്ലിയൈ മീൻസ് സ്മാളർ ന്യൂക്ലിയൈ കമ്പൈൻഡ് ടു ഫോം ലാർജർ ന്യൂക്ലിയൈ. ന്യൂക്ലിയർ ഫ്യൂഷൻ. Okay, it is based on E = mc². Then it is the working principle of atom bomb.
It is the working principle of atom bomb. And nuclear reactors are based on nuclear fission. അപ്പോൾ എവിടെയൊക്കെയാണ് ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിക്കുന്നത്? ആറ്റം ബോംബ്, ന്യൂക്ലിയർ റിയാക്ടർ. എന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ദ ഷൈനിങ് ഓഫ് സ്റ്റാർ, സൺ എക്സെട്ര, ന്യൂക്ലിയർ ഫ്യൂഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡ്രജൻ ബോംബ്. അപ്പോൾ ആറ്റം ബോംബിൽ ഏതാ? ന്യൂക്ലിയർ ഫിഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എവിടെയാണ്? ഹൈഡ്രജൻ ബോംബിലാണ്. ഓക്കെ. ഇനി ആണവ മലിനീകരണം ഉണ്ട്, ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ട്. ന്യൂക്ലിയർ പൊല്യൂഷൻ രണ്ട് വിധത്തിലുള്ള ന്യൂക്ലിയർ പൊല്യൂഷൻ ആണുള്ളത്. ഒന്ന് ആണവ മലിനീകരണം. ആണവ മലിനീകരണം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് പ്രകൃതിജന്യം, മറ്റൊന്ന് മനുഷ്യനിർമ്മിതം. പ്രകൃതിജന്യം എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്ത് നിന്ന് വരുന്ന കോസ്മിക് രശ്മികളെ കൊണ്ട്, അതായത് ഭൂമിന്റെ അന്തരീക്ഷത്തിന് പുറത്തുനിന്ന് വരുന്ന കോസ്മിക് രശ്മികളെ കൊണ്ടുണ്ടാകുന്നതാണ് ഇത്. ബഹിരാകാശത്ത് നിന്ന് വരുന്ന കോസ്മിക് രശ്മികളെ കൊണ്ടുണ്ടാകുന്ന ആണവ മലിനീകരണമാണ് ഇത് പ്രകൃതിജന്യം എന്ന് പറയുന്നത്. മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞാലോ, ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ചില ന്യൂക്ലിയസുകൾ ഉണ്ട്. ചികിത്സക്ക് വേണ്ടി നമ്മൾ ധാരാളം ആറ്റങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്ന വികിരണങ്ങൾ, അതുപോലെ ന്യൂക്ലിയർ റിയാക്ടർ, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അവിടെ നിന്ന് വരുന്ന വികിരണങ്ങൾ, ഇങ്ങനെ മനുഷ്യ നിർമ്മിച്ച സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വികിരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മലിനീകരണമാണ് ഇത് മനുഷ്യനിർമ്മിതം. എന്തൊക്കെയാണ് മുൻകരുതലുകൾ? സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുക, അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതുപോലെ ജനസാന്ദ്രത കുറയ്ക്കുക, പൊട്ടാസ്യം അയഡൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയഡിൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. ഇതൊക്കെയാണ് ഏതിനുള്ള മുൻകരുതലുകൾ? ആണവ മലിനീകരണം, അതായത് ആണവ ദുരന്തത്തിൽ നിന്നും രക്ഷ നേടാനുള്ള പരിഹാര മാർഗങ്ങൾ. ഈ ആറ്റം ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മാരകമായ വിപത്താണ് ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായ ബോംബുകളാണ്. വളരെ മാരകമാണ്. അപ്പോൾ അതിൽ നിന്നും എടുക്കേണ്ട മുൻകരുതലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ന്യൂക്ലിയർ പൊല്യൂഷൻ ആർ ഇൻ ടു ടൈപ്സ്. Nuclear pollution are in two types. First one natural and second one man-made. So which are the two types of nuclear pollution? First one natural and man-made. എന്താണ് natural എന്ന് പറഞ്ഞാൽ? Cosmic rays from outer space. Due to the cosmic rays from outer space. Okay. ഇനി എന്താണ് man-made? Use of radioactive isotopes in medical field. വേസ്റ്റ് ഫ്രം ന്യൂക്ലിയർ റിയാക്ടർ. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വേസ്റ്റുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് മാൻമേഡിലാണ് വിടുക, കാരണം അത് മനുഷ്യന്മാരുണ്ടാക്കിയതാണല്ലോ. ഇനി എന്താണ്? വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൺ ഫേസ് ന്യൂക്ലിയർ ഹസാർഡ്സ്? ന്യൂക്ലിയർ ഹസാർഡ്സ്, ആണവ ദുരന്തം, ന്യൂക്ലിയർ ഹസാർഡ്സിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്? പ്രിക്വേഷൻസ്: ഒന്ന്, ഷിഫ്റ്റ് ഔട്ട് ടു സേഫ് പ്ലേസസ്, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുന്നു. Then strictly follow the direction from the concerned authorities, അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. Reduce the density population, ജനസാന്ദ്രത കുറക്കുന്നു. If necessary, consume potassium iodide or food rich in iodine. പൊട്ടാസ്യം അയഡൈഡ് അല്ലെങ്കിൽ അയോഡിൻ അടങ്ങിയ ആഹാരങ്ങൾ എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. ഇതൊക്കെയാണ് പ്രിക്വേഷൻസ്. ന്യൂക്ലിയർ ഹസാർഡ്സിൽ നിന്നും നമുക്ക് എങ്ങനെ സുരക്ഷ ലഭിക്കാം എന്നതിന് നമ്മൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളാണ്. ഈ സിമ്പിൾ ഉണ്ടല്ലോ, ഈ സിമ്പിൾ ന്യൂക്ലിയർ റേഡിയേഷന്റെ സിമ്പിളാണ്. ആണവ വികിരണത്തിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണ്. ഒരു ഫാനിനെ പോലെ തോന്നിപ്പിക്കുന്നത്. പണ്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ഇതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആണവ വികിരണം, ന്യൂക്ലിയർ റേഡിയേഷനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണിത്. ഓക്കെ. അപ്പോൾ നമ്മൾ 5 കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയാണ് 5? 1 കാറ്റ്, 2 വേലിയേറ്റം, 3 സമുദ്രം, 4 ജിയോ തെർമൽ, 5 ന്യൂക്ലിയർ. ഓക്കെ. വിൻഡ്, ടൈഡ്, ഓഷ്യൻ, ജിയോ തെർമൽ ആൻഡ് ന്യൂക്ലിയർ. ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തോട്ടാണ് പ്രവേശിക്കാനുള്ളത്. ഓക്കെ. ഈ അവസാന ഭാഗം എന്നുള്ളത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ കാര്യം കൂടിയാണ്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്കതിലോട്ട് പോയാലോ? ഇനി വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയയിലുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഊർജ സ്രോതസ്സുകൾ 2 വിധത്തിലുണ്ട്. ഒന്ന് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത്, മറ്റൊന്ന് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത്. പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും നിർമ്മിച്ച് വീണ്ടും ഉപയോഗിക്കാം. എന്നാൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത് പറഞ്ഞാലോ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റൂല. അതായത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഊർജം ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നത്. അതിന് ഉദാഹരണമാണ് സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ. ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതോ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ലഭ്യത പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു, തീർന്നുകൊണ്ടിരിക്കും. ഉപയോഗിക്കുന്നതിനനുസരിച്ച് ലഭ്യത പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെ ഊർജം നമുക്ക് എന്ന് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം.
ഇത് തീർന്നുകൊണ്ടിരിക്കും, പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തത് തീർന്നുകൊണ്ടിരിക്കും. അതിന് ഉദാഹരണമാണ് പ്രകൃതിവാതകം, പെട്രോളിയം, കൽക്കരി, ന്യൂക്ലിയർ ഊർജ്ജം, ഫോസിൽ ഇന്ധനം. ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതാണ്. ഇനി പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതിന് ഉദാഹരണം നോക്കൂ നിങ്ങൾ. സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റൊക്കെയാണ്. അതുകൊണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇല്ല. കാരണം അത് പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് പരിസര മലിനീകരണം ഇല്ല, പരിസ്ഥിതി സൗഹാർദ്ദപരം. ഇങ്ങനെ പരിസ്ഥിതി മലിനീകരണം ഇല്ലാത്തതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഇന്ധനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ? ഗ്രീൻ എനർജി അല്ലെങ്കിൽ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിക്ക് മലിനീകരണം ഇല്ലാത്തതും പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതുമായ ഇന്ധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ എനർജി. എന്താണ് ഗ്രീൻ എനർജി? പരിസ്ഥിതിക്ക് മലിനീകരണം ഇല്ലാത്തതും പുനഃസ്ഥാപിക്കാൻ സാധിക്കുന്നതുമായ ഇന്ധനങ്ങളെ വിളിക്കുന്ന, ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ എനർജി അഥവാ ക്ലീൻ എനർജി. ഉദാഹരണം പരീക്ഷ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഉദാഹരണം? സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോതെർമൽ. ഇതൊക്കെ ഏതാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ്, ഗ്രീൻ എനർജിയാണ്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതും പരിസ്ഥിതിക്ക് ഹാനികരം, അതുപോലെ ആഗോളതാപനം, ഇതിനൊക്കെ കാരണമാകുന്ന, പരിസ്ഥിതിക്ക് ഹാനികരവും ആഗോളതാപനം അതുപോലെ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതുമായ ഇന്ധനങ്ങളെ വിളിക്കുന്ന പേരാണ്, ഊർജ്ജ സ്രോതസ്സുകളെ വിളിക്കുന്ന പേരാണ് ബ്രൗൺ എനർജി. ഓക്കെ, ബ്രൗൺ എനർജിക്ക് ഉദാഹരണം ഏതൊക്കെയാ? പ്രകൃതിവാതകം, പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, കൽക്കരി, ന്യൂക്ലിയസിൽ നിന്നുള്ള ഊർജ്ജം. ഇതൊക്കെ ഏത് ഊർജ്ജമാണ്? ബ്രൗൺ എനർജിയാണ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രൗൺ എനർജിക്ക് ഉദാഹരണം. എന്താണ് ബ്രൗൺ എനർജിയുടെ പ്രത്യേകത? പരിസ്ഥിതിക്ക് ഹാനികരമാണ്, പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതാണ്. അത് കൃത്യമായിട്ട് പഠിക്കുക, ഉദാഹരണങ്ങളും പഠിക്കുക. ഓക്കെ, നമ്മൾ ഊർജ്ജത്തിന്റെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അല്ലേ? അപ്പോൾ ഊർജ്ജത്തിന്റെ ഉപയോഗം പരമാവധി കൂടുമ്പോഴാണ് എന്തുണ്ടാവുക? ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവുക. അപ്പോൾ ഊർജ്ജത്തിന്റെ ആവശ്യകതയിലെ വർധനവും ഊർജ്ജത്തിന്റെ ലഭ്യതയിലുള്ള കുറവും എന്തിന് കാരണമാവും? ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമാവും. എന്ന് പറഞ്ഞാൽ ഊർജ്ജത്തിന്റെ ആവശ്യം കൂടി, പക്ഷെ അത് ലഭിക്കുന്നത് കുറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി കൂടിയ കാലഘട്ടമാണിത്. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ളതാണ്. ഊർജ്ജ പ്രതിസന്ധി കുറക്കുവാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങൾ? സൗരോർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുക, ഊർജത്തിന്റെ ഉപയോഗം കുറക്കാൻ സഹായിക്കുന്ന ഗാർഹിക ഉപകരണങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ പൊതുയാത്രാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുക, KSRTC പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, തെരുവിളക്കുകൾ LDR ഉപയോഗിച്ച് നിയന്ത്രിക്കുക, യന്ത്രങ്ങൾക്ക് യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുക, പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വലിപ്പം പരിമിതപ്പെടുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ഊർജ്ജ പ്രതിസന്ധി കുറക്കാൻ സ്വീകരിക്കേണ്ട പരിഹാര മാർഗങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പോൾ ഈ നോട്ട് നോക്കി എഴുതിയെടുക്കുക. ഊർജ്ജ പ്രതിസന്ധി കുറക്കാൻ നമ്മൾ സദാ സന്നദ്ധരാണ് എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കുക. ഓക്കെ, ദെൻ അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിച്ചോ. എനർജി ആർ ഇൻ 2 types. ഫസ്റ്റ് വൺ റിന്യൂവബിൾ എനർജി, സെക്കൻഡ് വൺ നോൺ റിന്യൂവബിൾ എനർജി. So energy sources are in 2 types. First one renewable energy source, second one non renewable energy source. എന്താണ് റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഡു നോട്ട് കോസ് പൊല്യൂഷൻ, അതെന്തിന് കാരണമാവൂല? പൊല്യൂഷന് കാരണമാവൂല. എന്നാൽ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സോ ഇറ്റ് വിൽ കോസ് പൊല്യൂഷൻ. എക്സാമ്പിൾ ഏതൊക്കെയാ റിന്യൂവബിൾ എനർജി സോഴ്സിന്? എനർജി ഫ്രം സൺ, വിൻഡ്, എനർജി ഫ്രം സൺ, വിൻഡ്, ടൈഡ്, റെയിൻ, ഇതൊക്കെ ഏതാണ്? റിന്യൂവബിൾ എനർജി. എന്നാൽ നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? പെട്രോളിയം, കോള്, നാച്ചുറൽ ഗ്യാസ് എക്സെട്ര. ഇനി പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതെന്നറിയോ? ബ്രൗൺ എനർജി, ഗ്രീൻ എനർജി. എന്താണ് ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ? ദ എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. ദ എനർജി സോഴ്സ് ഡു നോട്ട് കോസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസർ ഫ്രം ദി നാച്ചുറൽ സോഴ്സ്. എക്സാമ്പിൾസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഗ്രീൻ എനർജിയുടെ പ്രത്യേകത എന്താ? ഡു നോട്ട് കോസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. എക്സാമ്പിൾ സോളാർ എനർജി, വിൻഡ് എനർജി, ബയോമാസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ടൈഡൽ എനർജി, ഇതൊക്കെ ഏതിന് എക്സാമ്പിൾസ് ആണ്? ഗ്രീൻ എനർജിക്ക് എക്സാമ്പിൾസ് ആണ്. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മെയ്ഡ് എനർജിയാണ്. ഇറ്റ് കോസ് എൻവിയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പോൾ എൻവിയോൺമെന്റൽ പൊല്യൂഷനും അതുപോലെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുമാണ് ഏതിൽ വരിക? ബ്രൗൺ എനർജിയിൽ വരിക. എന്നാൽ ഗ്രീൻ എനർജിയിലോ നാച്ചുറൽ സോഴ്സും എൻവിയോൺമെന്റൽ പൊല്യൂഷന് കാരണമല്ലാത്തതും റിന്യൂവബിൾ ആയിട്ടുള്ളതുമാണ് ഏത്? ഗ്രീൻ എനർജിയിൽ വരിക.
ബ്രൗൺ എനർജിക്ക് എക്സാമ്പിൾസ് പരീക്ഷ ചോദിക്കുന്നതാണ്. ബ്രൗൺ എനർജിക്ക് എക്സാമ്പിൾസ് ഏതൊക്കെയാ? പെട്രോളിയം, കോള്, ന്യൂക്ലിയർ എനർജി, ഡീസൽ എഞ്ചിൻ, തെർമൽ പവർ സ്റ്റേഷൻ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്? ബ്രൗൺ എനർജിയിൽ വരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കുക. ഇനി നോക്കൂ, എനർജി ക്രൈസിസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, എനർജി ക്രൈസിസ് ആൻഡ് ഹൗ വിൽ യു റെഡ്യൂസ് എനർജി ക്രൈസിസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ? എനർജി ക്രൈസിസ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഇൻക്രീസിങ് ഡിമാൻഡ്. എനർജി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ബട്ട് ഡിക്രീസിങ് അവൈലബിലിറ്റി കുറയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് ഇത്, എനർജി ക്രൈസിസ്. ദെൻ ഹൗ വിൽ യു റെഡ്യൂസ് എനർജി ക്രൈസിസ്? ഓൾ ഓഫ് യു സേ ജുഡീഷ്യസ് യൂട്ടിലൈസേഷൻ ഓഫ് എനർജി. എനർജി നമ്മൾ കുറച്ച് മാത്രം ഉപയോഗിക്കുക. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സോളാർ എനർജി. മിനിമൈസിങ് ദ വേസ്റ്റേജ് ഓഫ് വാട്ടർ. മേക്കിംഗ് യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്. കൺട്രോളിംഗ് ഓഫ് സ്ട്രീറ്റ് ലൈറ്റ് ലാമ്പ് വിത്ത് LDR. ടൈംലി മെയിൻ്റനൻസ് ഓഫ് മെഷീൻ. ലിമിറ്റിംഗ് ദി സൈസ് ഓഫ് ന്യൂലി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ്. എൻഷുറിംഗ് മാക്സിമം എഫിഷ്യൻസി ഓഫ് മെഷീൻ. അവയർനെസ്. അപ്പോൾ ഇതൊക്കെയാണ് എനർജി ക്രൈസിസ് കുറക്കാനുള്ള മാർഗങ്ങൾ. ഓക്കെ, ഈ പോയിന്റുകൾ എഴുതിയെടുക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. ചാപ്റ്ററിലെ A to Z ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നോട്ടുകളൊക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ മക്കളെ, ഇതാണ് ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ, അവസാനത്തെ ചാപ്റ്റർ, ഊർജ്ജ പരിപാലനം, എനർജി മാനേജ്മെന്റ്. സിമ്പിളായ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിലെ എല്ലാ ചാപ്റ്ററുകളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 100% ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്, ആൻഡ് ദെൻ എനർജി മാനേജ്മെന്റ്. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, വൈദ്യുതിയുടെ കാന്തിക ഫലം, വൈദ്യുത കാന്തിക പ്രേരണം, പ്രകാശത്തിന്റെ പ്രതിപതനം, പ്രകാശത്തിന്റെ അപവർത്തനം, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും, അവസാനം ഊർജ്ജ പരിപാലനം. എല്ലാ ചാപ്റ്ററുകളും എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പരീക്ഷകളിലും ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തുടർന്നുള്ള ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. SLC പരീക്ഷയ്ക്ക് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ചർച്ച ചെയ്യാം. അത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് തുടർന്നും ഈ ചാനലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടുകൂടി. ബൈ ബൈ.